ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. صدق الله العلي العظيم. وقال النبي صلى الله عليه وسلم: كن في الدنيا كأنك غريب أو عابر السبيل وعد نفسك من أصحاب القبور. صدق رسول الله صلى الله عليه وسلم. ركوب النعش ينساهم ركوبا على الخيل العتيقات النجاب وليل القبر أنساهم لليلي به عرس المليحات النقاب على الدود الخدود وغاص فيها أكولا للبهيات التراب. أمة سيدنا محمد ഏറ്റവും ആദരണീയരായ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, കാരണവന്മാരെ, യുവാക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മെ സ്നേഹിച്ച സഹായിച്ച എല്ലാവരും, ഈ മഹത്തായ സ്ഥാപനം ഉണ്ടാക്കിയവർ, അതിനെ സഹായിച്ചവർ, അതിനെ സ്നേഹിക്കുന്നവർ, നല്ല ഉദ്ദേശത്തോടെ ഇത് സന്ദർശിക്കുന്നവർ, അള്ളാഹുവിന് പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ അവരെയും നമ്മയും എല്ലാം അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. മനുഷ്യ സഹജമായി കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു തരികയും ഇനിയുള്ള ജീവിതം അവൻ്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമായി ആഫിയത്തോടെ ദീർഘകാലം ജീവിപ്പിച്ച് നസൂഹായ തൗബയും കാമിലായ ഈമാനും തന്ന ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സ്വർഗത്തിൽ നമ്മയെല്ലാം കുടുംബസമേതം ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെയൊക്കെ ജീവനാഡിയായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദിൻ്റെയും അവരുടെ കുടുംബത്തെയും ദീർഘകാലം നമ്മുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് ദീനിൻ്റെ ശബ്ദം ലോകത്ത് പറയുന്ന ഏക ഒരു വ്യക്തിത്വം, അള്ളാഹു വളരെയധികം ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഇസ്സത്തും വർദ്ധിപ്പിച്ച് നമുക്ക് നേതൃത്വത്തിന് ആയുസ്സ് നീട്ടിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ പ്രധാനപ്പെട്ട, വളരെ അത്യാവശ്യമായ ഒരു വിഷയമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആത്മാവിൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വേഗത്തിൽ വയസ്സന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മരണം എന്ന് പറയലാണ്. പറയുന്ന വിഷയം എനിക്കും നിങ്ങൾക്കും കൂടുതൽ ആത്മീയ ബോധം വർദ്ധിപ്പിക്കാൻ കാരണമാകുമാറാവട്ടെ. ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് വളരെ വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഒരു മനുഷ്യന് നല്ലവനായി ജീവിച്ച് നല്ലവനായി മരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ഉപദേശിക്കുന്ന ഒരു ഉപദേഷ്ടാവ് എപ്പോഴും കൂടെ വേണം. അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയും പരിശുദ്ധ ഖുർആനും, ഇത് രണ്ടും എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ മനുഷ്യൻ തെറ്റ് ചെയ്യുകയില്ല, മോശക്കാരനായി മരിക്കേണ്ടി വരികയില്ല.
നല്ലവനായി മരിക്കും. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ഹൃദയത്തിലുണ്ടെങ്കിൽ. ലോകത്ത് തർക്കമില്ലാത്തൊരു കാര്യമുണ്ടെങ്കിൽ മരണം മാത്രമേ ഉള്ളൂ. എന്തു വിഷയം ലോകത്തിന് മുമ്പിൽ എടുത്തിട്ടാലും അതിലൊക്കെ തർക്കം കാണും. അള്ളാഹു ഉണ്ട് എന്നും ഇല്ലാന്നും ഉള്ളത് തന്നെ പല വിധത്തിലാണെന്നും പല വിധത്തിലും ആളുകൾ വിശ്വസിക്കുന്നവരുണ്ട്. അള്ളാഹു ഇല്ലെന്ന് നിഷേധിക്കുന്ന നിരീശ്വരവാദികളും നാം ഒക്കെ അള്ളാഹു ഉണ്ട് എന്നും ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുമാണ്. ചെറുതോ വലുതോ ആയ എന്തൊരു പ്രശ്നം പറഞ്ഞാലും ലോകത്തതിലൊക്കെ തർക്കമാണ്. ലോകത്ത് തർക്കമില്ലാത്ത ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് മരണം മാത്രമാണ്. തർക്കിച്ചിട്ട് കാര്യമില്ല, തർക്കിക്കുന്നവനും മരിക്കും. ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, അത് പിടിച്ചു നിർത്താനും കഴിയില്ല. ലോകത്ത് എന്ത് തന്നെ മാറ്റിവെക്കാം എന്ന് വിചാരിച്ചാലും മരണം എന്നത് മാറ്റിവെക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ മരണത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്, ഖുർആനിൽ അതിനുപയോഗിച്ച പദം വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പ് വരുന്നത് വരെ ഇബാദത്തെടുക്കുക എന്നാണ്. അവിടെ ഉറപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണം എന്നാണ്. ലോകത്തിന് മുഴുവനും ഉറപ്പായ കാര്യം, ആർക്കും തർക്കമില്ലാത്ത കാര്യം മരണം. അത് സംഭവിക്കുന്നത് വരെ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ മരണത്തെക്കുറിച്ച് ഖുർആൻ ഉപയോഗിച്ചത് ലോകത്തിന്റെ മുഴുവനും ഉറപ്പായ സംഗതി എന്നാണ്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അത് ബോധ്യമാണ്. ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്ത, ഞാൻ മരിച്ചു പോകേണ്ടവനാണല്ലോ, ഞാൻ മരിക്കുമല്ലോ എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യൻ നന്നാവാൻ അവന്റെ കൂടെയുള്ള ഉപദേശിയാണ്. എപ്പോഴും ഒരു ഉപദേശിയെ കൂടെ കൊണ്ട് നടക്കുക. ആരാണ് ആ ഉപദേശി? അത് ഒന്ന് മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഈ ചിന്ത ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു തെറ്റും ഒരു മനുഷ്യനും ചെയ്യുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അക്തിറൂ മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കുക. എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിക്കൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ഒന്ന് ഓർത്താൽ പോരാ, എന്നും എപ്പോഴും ആ ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുകയുണ്ടായി. മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമൻകിബയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ രണ്ട് ചുമലിലേക്ക് കൈവച്ചു. ഫഖാൽ, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, യാ ബുനയ്യ, ഏ കുഞ്ഞു മോനെ, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ ഈ ദുനിയാവിനെ എങ്ങനെ കാണണം? ദുനിയാവിലുള്ള ജീവിതത്തെ നീ എങ്ങനെ മനസ്സിലാക്കണം? ഒരു വിദേശിയെ പോലെ മാത്രമേ ഈ ദുനിയാവിനെ കണക്കാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ മാത്രമേ നീ കണക്കാക്കാൻ പാടുള്ളൂ. അതെന്താണ്? മനുഷ്യൻ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടെങ്കിൽ, ഞാൻ മരിച്ചു പോകേണ്ടവനാണല്ലോ എന്ന ചിന്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ മുഴുകി തെറ്റുകുറ്റങ്ങൾ ചെയ്ത് അവനിക്ക് അല്ലാഹു കൊടുത്ത ആ നിഅമത്തുകളും സൗകര്യങ്ങളും ദുരുപയോഗം ചെയ്ത് ജീവിതം പാഴാക്കി കളയുകയില്ല. ഭൗതിക സുഖാഡംബരങ്ങൾ തേടി മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമായ പരലോകം, സ്വർഗം, ആഖിറം അവൻ നഷ്ടപ്പെടുത്തി കളയുകയില്ല. അതുകൊണ്ടാണ് നീ ഒരു വിദേശിയെ പോലെ എന്ന് ഉദാഹരണം പറഞ്ഞത്. ഗൾഫിൽ പോയി പരിചയമുള്ള ആളുകൾ ഈ സദസ്സിൽ ധാരാളം ഉണ്ടാകും. ഇവിടെ നിന്ന് ദുബൈയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി താമസിക്കുമ്പോൾ വീട്ടിൽ അവൻ താമസിക്കുന്ന സമയത്ത് അവന് സ്വന്തമായി കിടന്നുറങ്ങാൻ ഒരു റൂമുണ്ട്, ഒരു ബെഡ്റൂമുണ്ട്. എത്ര ചെറിയവനാണെങ്കിലും കൊച്ചു കുടിലാണെങ്കിലും അവനും അവന്റെ ഭാര്യക്കും കൂടി കിടന്നുറങ്ങാൻ ഒരു ചെറിയ റൂം ആ വീടിനെ അപേക്ഷിച്ച് ഉണ്ടാകും. അവൻ്റെതായ വസ്തുക്കളൊക്കെയും ആ റൂമിൽ വെക്കാം. ഒരു പ്രൈവറ്റ് റൂം, അതിലൊരു പ്രൈവസി അവനുണ്ടായിരിക്കും. മറ്റാരും കാണാത്ത ഒരു സ്വസ്ഥമായ ഒരു വാസസ്ഥലം ഏതൊരു മനുഷ്യനും ഉണ്ടാകും. വിദേശത്ത് എന്നാലോ
വിദേശത്ത് ചെന്നാൽ അവൻ അന്വേഷിക്കുന്നത് കൂടുതൽ ആളുകൾ താമസിക്കുന്ന റൂം ഏതാണ് എന്നാണ്. 10 ആളുകൾ 12 ആളുകൾ. കാരണം 10 ആള് താമസിക്കുന്ന റൂമിൽ വാടക കൂടും. 12 പേര് താമസിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി കുറഞ്ഞു കിട്ടും. അപ്പൊ 12 പേര് ഒരു റൂമിൽ താമസിക്കുന്നു. ആ 12 പേര് താമസിക്കുന്ന റൂമിൽ എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം അവനുണ്ടോ? പകൽ ജോലിക്ക് പോകുന്നവർ, രാത്രി ജോലിക്ക് പോകുന്നവർ. അപ്പൊ പകല് ജോലിക്ക് പോകുന്നവർ രാത്രി കിടന്നുറങ്ങണം, രാത്രി ജോലിക്ക് പോകുന്നവർ പകല് കിടന്നുറങ്ങണം. എപ്പോൾ ചെന്നാലും റൂമിൽ ലൈറ്റ് ഇടാൻ പറ്റില്ല, റൂമിൽ സംസാരിക്കാൻ പറ്റില്ല. അവന്റെ വീട്ടുകാർക്കൊന്ന് ഫോൺ ചെയ്യണമെങ്കിൽ പുറത്ത് എത്ര ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും എവിടെയെങ്കിലും തണല് തേടിപ്പോയിരുന്ന് ഒറ്റക്ക് സംസാരിക്കണം. റൂമിലിരുന്ന് വിളിക്കാൻ പറ്റൂല. സ്വന്തം താമസിക്കണ റൂമിൽ അവനിക്കൊരു സ്വസ്ഥതയില്ല, അവനിക്കൊരു സമാധാനമില്ല. അവൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ദുബൈയിൽ ചെന്നിട്ടൊരു താൽക്കാലിക ജീവിതം ആ ദുബൈയിൽ താമസിക്കുന്ന മനുഷ്യൻ ഒരുപക്ഷെ വല്ല ഗോഡൌണിന്റെ മൂലയിൽ റൂം കിട്ടിയാലും അത് മതി, അവന് സന്തോഷമാണ്. എന്തേ? ഇതൊരു താൽക്കാലികമാണ്. ജോലി ചെയ്ത് ക്യാഷ് ഉണ്ടാക്കി വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് കുടുംബങ്ങളെ കൂടെ കഴിയണം എന്നാഗ്രഹിക്കുന്ന ലക്ഷ്യബോധമുള്ള ഒരു മനുഷ്യൻ കിട്ടുന്ന കാശ് അവിടെ ചെലവ് ചെയ്ത് സുഖിച്ച് ജീവിക്കുകയില്ല. കാരണം അവന്റെ ലക്ഷ്യം നാടാണ്, അവന്റെ കുടുംബമാണ്. ആ കുടുംബത്തിലേക്ക് തിരിച്ചെത്തണം എന്നതാണ്. എന്നതുപോലെ എത്ര കറക്റ്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉദാഹരണം. നിങ്ങളൊരു വിദേശിയെ പോലെ ഗൾഫ് രാജ്യത്ത് പോയ ആളുകൾക്കൊക്കെ ഇത് വളരെ ബോധ്യമാണ്. നാട്ടിൽ എന്ത് സൗകര്യമുണ്ടെങ്കിലും അവൻ ഗൾഫിൽ ചെന്നിട്ട് അവിടെ താമസിക്കുമ്പോൾ ഈ സൗകര്യങ്ങളൊന്നും അവനൊരു വിഷമവുമല്ല. അത് ഒഴിവാക്കിയതിന് ആ പരിമിതമായ സുഖത്തോട് ഇണങ്ങിച്ചേരുന്നതിന് അവരൊരു ബുദ്ധിമുട്ടുമില്ല. അതിനോട് അവൻ ഇണങ്ങിച്ചേരുന്നു. കാരണം അവന്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട്, നാട്ടിലേക്ക് തിരിച്ചു വരിക എന്നത്. അതുപോലെ റസൂലുള്ളാഹി പറയുന്നു, ആബിറു സബീൽ. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഏർവാടിയിലേക്ക് നമ്മളൊരു കാറിൽ, നല്ല ശീതീകരിച്ച കാർ, വിലപിടിപ്പുള്ള നല്ല AC കാറാണ്. ആ കാറിൽ പോവാണെങ്കിലും പച്ച പിടിച്ചു നിൽക്കുന്ന വയലോരത്തുകൂടി യാത്ര ചെയ്യുമ്പോ പടർന്ന് പന്തരിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ താഴെ കാറ് കൊണ്ടുപോയി നിർത്തിയിട്ട് നല്ല സുഖമായ കാറ്റ് കിട്ടും. പ്രകൃതി ഒന്ന് ആസ്വദിക്കാൻ പറ്റും. ആ കാറിന്റെ താഴെ, മരത്തിന്റെ താഴെ അല്പസമയം കാറ് നിർത്തിയിട്ട് വിശ്രമിക്കാൻ വേണ്ടി പുറത്തിറങ്ങി ഇരിക്കുന്ന ആൾ ആ മരത്തിന്റെ തണലിൽ ഒരു ബെഡ് വിരിച്ചിട്ടേ കിടക്കൂ, അല്ലെങ്കിൽ അവിടെ ഒരു സുന്ദരമായ റൂം പണിതിട്ടേ അവൻ വിശ്രമിക്കാനിരിക്കൂ? ഇല്ല, ഒരു തോർത്തുകൊണ്ട് വിരിച്ചിരിക്കാനും തയ്യാറാണ്. അവന് ബെഡൊന്നും വേണ്ട. അവന്റെ വീട്ടിൽ അവൻ സുന്ദരമായ മെത്തയിൽ കിടക്കുന്നവരാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളൊരു യാത്രക്കാരൻ വിശ്രമിക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ താഴെ ഇരുന്ന് അല്പസമയം വിശ്രമിക്കുന്നത് പോലെ മാത്രമേ ഈ ദുന്യാവിനെ കണക്കാക്കാൻ പാടുള്ളൂ. ഈ ദുന്യാവ് ഒരു താൽക്കാലിക ജീവിതമാണ്, താൽക്കാലികമാണ്, വെറും താൽക്കാലികം. മനുഷ്യ ജീവിതം 9 ഘട്ടങ്ങളായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ എവിടെയായിരുന്നു? നല്ല പച്ച കളിമണ്ണ്, ചവിട്ടിയാൽ ആണ്ടു പോകുന്ന, താഴ്ന്നു പോകുന്ന തരം കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മണ്ണിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. ആദം നബിയുടെ സന്താനങ്ങളാണ് നാം എന്ന നിലക്ക് മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയാം. ഇന്നും ആ പ്രക്രിയ അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത് മണ്ണിൽ നിന്ന് തന്നെയാണെന്നും പറയാം. മണ്ണിന്റെ എസൻസുകൾ വലിച്ചെടുത്ത് പച്ചച്ചെടികൾ അത് തിന്നിട്ട് ചുവന്ന ചോരയുണ്ടായിട്ട് അത് തരം മാറി ബീജമായി മനുഷ്യനായി രൂപാന്തരപ്പെടുന്നു. ഇന്നും അള്ളാഹു സൃഷ്ടിക്കുന്നത് മണ്ണിൽ നിന്ന് തന്നെയാണെന്ന് പറയാം. മനുഷ്യൻ ബീജമായി, ആ ബീജം ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് കടന്നു. അത് രക്തക്കട്ടയായി, തൊട്ടാൽ ഒട്ടുന്ന രക്തക്കട്ടയായി, മാംസം അരച്ച് കുഴമ്പാക്കിയതുപോലെയുള്ള അലക്കത്തായി, പിന്നീട് അതൊരു മനുഷ്യ കുഞ്ഞായി രൂപാന്തരപ്പെട്ടു. എന്നിട്ട് അല്ലാഹു തആല, മനുഷ്യ ശരീരം മുഴുവനും മാംസമാണോ? അല്ല. മുഴുവനും എല്ലാണോ? അതുമല്ല. ആ എല്ലുകൾ കുറച്ചു ഭാഗം എല്ലാക്കിയിട്ട് ആ എല്ലിനെ മാംസങ്ങളെ കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തോട്ട് കൊണ്ടുവന്നു. എന്തൊരു സുന്ദരമായ മുഖം!
അങ്ങോട്ട് കൊടുത്തപ്പോൾ വെറുക്കപ്പെട്ട, ആരാരും കാർക്കിച്ചു തുപ്പുന്ന, അറുക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ബീജത്തുള്ളികൾ സുന്ദരനായൊരു മനുഷ്യരൂപമായി പുറത്തോട്ട് വന്നു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്നിട്ട് ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നു. ثم إنكم بعد ذلك لميتون. ഇനി നിങ്ങൾ മരിച്ചു കൊടുത്തേ പറ്റൂ. ഇവിടെ എത്ര ഘട്ടം ഈ ഒരൊറ്റ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ പരിശുദ്ധ ഖുർആനിൽ 8-9 ഘട്ടങ്ങൾ ആ ആയത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഇനി നിങ്ങൾ ജീവിച്ച സ്ഥിതിക്ക് മരിച്ചു കൊടുത്തേ പറ്റൂ. അവിടെ അല്ലാഹു നിർത്തിയിട്ടില്ല. ثم إنكم إلينا ترجعون ثم إنكم إلينا تبعثون. വ്യത്യസ്ത സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നു പിന്നെ നിങ്ങളെ എന്നിലേക്ക് മടക്കി കൊണ്ടുവരും. അവിടം വരെയാണ് അല്ലാഹു തആല പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഈ ജീവിതം ഒരു താൽക്കാലിക ജീവിതം മാത്രമാണ്. ഈ താൽക്കാലിക ജീവിതം മരത്തിന്റെ താഴെ അല്പസമയം വിശ്രമിക്കാൻ ഇരുന്നത് പോലെയാണ്. അല്ലെങ്കിൽ വിദേശി ഗൾഫിൽ പോയിട്ട് താമസിക്കുന്ന റൂമിലെ ജീവിതത്തെ പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുന്നു, വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നിന്റെ ശരീരത്തെ നീ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിക്കോ. ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇന്ന് രാത്രി നമ്മുടെ മരണം സംഭവിച്ചാൽ അല്ലാഹു നമുക്കൊക്കെ അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ആയുസ് നീട്ടിത്തരുമാറാവട്ടെ. നാളെ ഈ സമയം ഇവിടെ പരിപാടി നടക്കും, നമ്മൾ ഖബറിൽ ചോദ്യം നേരിടുകയായിരിക്കും. മനുഷ്യന്റെ സ്ഥിതി പറയാൻ സാധ്യമല്ല. നാളെ ഉച്ചക്ക് മുമ്പ് തന്നെ ഒരു പക്ഷേ ഖബറിലെ ചോദ്യം നേരിട്ടേക്കാം. മനുഷ്യന്റെ ജീവിതം എപ്പോഴും ഖബറാളികളെ കൂട്ടത്തിൽ എണ്ണണം. ഖബറിലേക്ക് പോകാനുള്ളവരാണ്. ഖബറിൽ കിടക്കുന്ന ജീവിതത്തെ പോലെ ഖബർ ജീവിതത്തെ ഓർത്തുകൊണ്ട് മാത്രമേ ദുനിയാവിൽ ജീവിക്കാവൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കണം. ഒരു വലിയ സുന്ദരമായ സൗധം പണിത് ജീവിക്കുമ്പോൾ ആ ജീവിതം കണ്ടാൽ വിചാരിക്കും നമ്മൾ ഈ ദുനിയാവെന്ന് മരിച്ചു പോകുമെന്ന് വിശ്വസിക്കാത്ത, എന്നും ശാശ്വതമായി ജീവിക്കും എന്ന് വിചാരിച്ച പോലെയാണ് ഇന്നത്തെ നമ്മുടെ പ്രവർത്തനം. കണ്ട നമ്മൾ മരണത്തെ കുറിച്ച് എപ്പോഴാണ് ചിന്തിക്കുന്നത്? ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ പറയും നമുക്ക് മരിക്കുകയാണല്ലോ, നമ്മൾ മരിച്ചു പോകാനുള്ള എന്നൊന്ന് പറയുമെന്നല്ലാതെ പിന്നെ ആ കാര്യം നമ്മൾ മറന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കണമെന്ന് പറയുക മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ എത്രമാത്രം മരണത്തെക്കുറിച്ചുള്ള ചിന്ത അവിടുത്തെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഒരു ദിവസം മൂത്രമൊഴിച്ച സ്ഥലത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് 2 അടി അപ്പുറത്തുള്ള ശുദ്ധമായ വെള്ളത്തിന്റെ സമീപത്തേക്ക് നടന്നു നീങ്ങാതെ ആ മൂത്രിച്ച സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ കല്ലുകൊണ്ട് ശുദ്ധി വരുത്തുന്നു. വെള്ളം അല്ലാത്ത പലതുകൊണ്ടും ശുദ്ധി വരുത്താൻ ഇസ്ലാമിൽ വിട്ടുവീഴ്ചയുണ്ട്. അതിനൊക്കെ ഒരുപാട് നിബന്ധനകളുമുണ്ട്. അതാ നിബന്ധന പാലിച്ചില്ലെങ്കിൽ മൊത്തം നജിസായി പോകും. അപ്പൊ നിബന്ധന പാലിച്ചുകൊണ്ട് കല്ലുകൊണ്ട് ശുദ്ധി വരുത്താനുള്ള വകുപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ കല്ലുകൊണ്ട് ശുദ്ധീകരിക്കുന്നു. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ 2 അടി അപ്പുറത്ത് ശുദ്ധമായ വെള്ളമുണ്ടല്ലോ, എന്തിനാണ് തങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ട് കല്ലുകൊണ്ട് മനോഹരിക്കേണ്ട ആവശ്യം വെള്ളമുണ്ടായിരിക്കെ? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നത്, ഈ മൂത്രിച്ച സ്ഥലത്ത് നിന്ന് 2 അടി അപ്പുറത്തുള്ള ശുദ്ധമായ വെള്ളത്തിന്റെ സമീപത്തേക്ക് ഞാൻ നടന്ന് എത്തുമെന്ന് എന്താണ് എനിക്ക് ഉറപ്പുള്ളത്? ഞാൻ അങ്ങ് എഴുന്നേറ്റ് ഇവിടെ തന്നെ മരിച്ചു വീഴുമെങ്കിൽ നജസോടുകൂടി മരിച്ചു വീഴേണ്ടി വരികയില്ലേ? പരമാവധി ശുദ്ധി വരുത്തിയിട്ട് ആ വെള്ളത്തിന്റെ അടുക്കൽ ഞാൻ നടന്ന് എത്തിയെങ്കിൽ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാമല്ലോ എന്ന നിലക്ക് നജസിൽ നിന്ന് പരമാവധി ശുദ്ധി വരുത്തിയതാണ്. മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന് പറയുക മാത്രമല്ല, മുസ്തഫായ നബിയുടെ ജീവിതത്തിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത എത്രമാത്രം ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. എന്തിനാണ് മരണത്തെക്കുറിച്ചുള്ള ചിന്ത വേണ്ടത്? നേരത്തെ ഞാൻ കേൾപ്പിച്ചു. ദുന്യാവ് സുഖവാസ കേന്ദ്രമല്ല,
സുഖത്തിലുള്ള ജീവിതമല്ല, താൽക്കാലിക ജീവിതമാണ്. മരത്തിന്റെ താഴെ കിടക്കുന്നത് പോലെ, യാത്രയിൽ വിശ്രമിക്കാൻ ഇറങ്ങിയതുപോലെ, വിദേശ രാജ്യത്ത് പോയിട്ട് റൂമിൽ താൽക്കാലിക താമസം നടത്തുന്നത് പോലെയുള്ള ഒരു കുറഞ്ഞ കാലത്തെ ജീവിതം മാത്രമാണ്. അത് സുഖിച്ചു തീർക്കാനുള്ളതല്ല. ഭൗതികമായ സുഖാഡംബരങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ മരണത്തെ വിസ്മരിച്ച് കളയുന്ന ഒരു മനുഷ്യൻ, അവന്റെ നിസ്കാരം നഷ്ടപ്പെടുന്നതിൽ അവന് വേദനയുണ്ടാകില്ല, അവന്റെ നോമ്പ് നഷ്ടപ്പെടുന്നതിൽ അവന് വേദനയുണ്ടാകില്ല. മരിച്ചു പോകേണ്ടവനാണല്ലോ ഞാൻ, അസ്രാഈലിന്റെ പിടിയിൽ അമരുന്നവനാണല്ലോ എന്ന് ചിന്തിച്ചാൽ നിസ്കാരം മരിക്കുന്ന സമയത്ത് പറയും, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. മരണത്തിന് വേണ്ടി അസ്രാഈൽ അലൈഹിസ്സലാം വരുന്ന സമയത്ത് പറയും, അസ്രാഈലെ എനിക്ക് കുറച്ചുകൂടി ആയുസ് നീട്ടിത്തരണമേ. ഒരു വർഷത്തെ ആയുസാണ് ആദ്യം ചോദിക്കുക. ഒരു വർഷവും കൂടി എനിക്കൊരു അവസരം തന്നുകൂടെ? അസ്രാഈൽ അല്ലാഹു തആല പറയും, വെറുതെ പറയാണ്, ഒരു കൊല്ലത്തെ ആയുസ് അവർക്ക് കൊടുത്തത് കൊണ്ട് അവരൊന്നും നന്മ ചെയ്യില്ല. വെറുതെ പറയണം, അത് പരിഗണിക്കണ്ട, റൂഹിനെ പിടിച്ചോ. മനുഷ്യൻ പറയും, ഒരു മാസത്തെ ജീവിതം തരുമോ? അതും തരൂലാന്ന് കണ്ടാൽ പിന്നെ ചോദിക്കും, ഒരാഴ്ചത്തെ ജീവിതം തരുമോ? ഒരാഴ്ചയും തരില്ല. ഒരു ദിവസം തരുമോ? ഒരു ദിവസവും തരില്ല. ഒരു മണിക്കൂർ തരുമോ? ഞാൻ കുറച്ച് നിസ്കാരം ഖളാ ആക്കിയിട്ടുണ്ട്, അതൊന്ന് ഖളാ വീട്ടി കളയട്ടെ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു വല യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അല്ലാഹു സമയം തരൂല, ഒരു മിനിറ്റും ഒരു സെക്കൻഡും. വലികുല്ലി ഉമ്മത്തിൻ അജൽ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു സെക്കൻഡ് അല്ലാഹു തആല അങ്ങോട്ട് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാൻ സമ്മതിക്കില്ല. അല്ലാഹു നിശ്ചയിച്ച സ്ഥലത്ത് വെച്ചുകൊണ്ട് അവൻ റൂഹിനെ പിടിക്കും. ഈ ഓർമ്മ മനസ്സിലുണ്ടെങ്കിൽ നിസ്കാരം ഖളാ ആക്കാൻ ഒരു മുഅ്മിൻ തയ്യാറാകൂല. ഗീബത്ത് പറയുന്ന സദസ്സിൽ മുഅ്മിനിനെ കാണുകയില്ല, കള്ളുഷാപ്പിൽ മുഅ്മിനുണ്ടാകില്ല, അനാവശ്യ മേഖലകളിൽ ഒന്നും ഒരു മുസ്ലിമായ മനുഷ്യനുണ്ടാകില്ല. കാരണം എപ്പോഴാണോ എന്റെ മരണം സംഭവിക്കുന്നത് അത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ എപ്പോഴും പേടിയിലും എപ്പോഴും ബേജാറിലും. അസ്രാഈലിന്റെ പിടുത്തത്തിൽ അമരുമ്പോൾ എന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന പേടിയും ബേജാറുമായിരിക്കും ഉണ്ടാകുന്നത്. അല്ലാഹു തആലാക്ക് മരിപ്പിക്കുന്നതിന് അങ്ങനത്തെ യാതൊരു നോട്ടവുമില്ല. ഒരു പാവം തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്രാഈലിനോട് ചോദിച്ചില്ല, അസ്രാഈലെ റൂഹിനെ പിടിക്കണം നിങ്ങൾക്ക്. ഈ മനുഷ്യന്മാരെ റൂഹിനെ പിടിച്ചപ്പോ എപ്പോഴെങ്കിലും ഒരു കരുണ തോന്നിയിട്ടുണ്ടോ? ഒരു പാവം തോന്നിയിട്ടുണ്ടോ? അസ്രാഈൽ അലൈഹിസ്സലാം പറഞ്ഞു, ഉണ്ട്. രണ്ട് സന്ദർഭത്തിൽ എനിക്ക് വല്ലാതെ പാവം തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും എനിക്ക് ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിച്ചപ്പോൾ പാവം തോന്നിയിട്ടില്ല. അതെപ്പോഴാണ്? ഒരു മരുഭൂമിയിൽ കൂടി ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോവാണ്. ഗർഭം പൂർത്തിയായി. ആ സ്ത്രീ ഇങ്ങനെ നടന്നു പോവാണ്. വിശാല വിസ്തൃതമായ മരുഭൂമി, നാല് ഭാഗവും ആകാശം ഭൂമിയിൽ തട്ടി എന്ന് തോന്നത്തക്ക വിധത്തിൽ പരന്നു കിടക്കുന്ന, ഒരു കാക്കക്കിരിക്കാൻ തണലിന് വൃക്ഷം, ഒരു ചെടി മുളക്കാത്ത മരുഭൂമിയിൽ നടന്നു പോകുമ്പോ ആ മരുഭൂമിയുടെ മധ്യത്തിൽ ഗർഭം പൂർത്തിയായി നടന്നു പോകുന്ന ഒരു പെണ്ണ് അവിടെ വെച്ച് അങ്ങ് മരിക്കുകയാണ്, പ്രസവിക്കുക. ആ മരുഭൂമിയുടെ മധ്യത്തിൽ ആ പെണ്ണങ്ങ് പ്രസവിച്ചു. പ്രസവിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, പിടിച്ചോ, അവളെ റൂഹിനെ പിടിച്ചോ. ഈ കൈക്കുഞ്ഞിനെ ആ ഉമ്മാക്കൊന്ന് നോക്കാനും ഒരു മുത്തം കൊടുക്കാനും അവസരം കിട്ടാതെ ആ തള്ള ആ മരുഭൂമിയിൽ വെച്ച് അങ്ങ് മരിച്ചു. അതൊരു വല്ലാത്ത പാവമായി പോയി. അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റുന്നതിൽ മലക്കുകൾ യാതൊരു വിമുഖതയും കാണിക്കില്ല. എന്താണോ കൽപ്പിക്കപ്പെട്ടത്, എവിടെ വെച്ച് റൂഹിനെ പിടിക്കാൻ അവിടെ വെച്ച് പിടിക്കും. രണ്ടാമത് എപ്പോഴാണ്? രണ്ടാമത്തത്
ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഷദ്ദാദ് എന്നാണ് പേര്. ഷദ്ദാദ് എന്ന ആ മനുഷ്യൻ ആദിന്റെ മക്കളാണ്, 2 മക്കള്, ഷദീദും ഷദ്ദാദും. ഷദീദ് ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഷദ്ദാദ് ഒരുപാട് കാലം ജീവിച്ചിങ്ങനെ നടന്നു പോകുമ്പോ 300 വയസ്സ് പ്രായമാണ് അന്ന് ഷദ്ദാദിന്. ഷദ്ദാദ് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ഈ ആദിന്റെ മക്കളാണ് ഷദീദും ഷദ്ദാദും. ഷദ്ദാദ് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്നിട്ട് നിസ്കരിക്കുകയാണ്. അയാളോട് ചെന്നിട്ട് ചോദിച്ചു, നിനക്കെന്താ പണി? ഞാൻ നിസ്കരിക്കാം. എന്തിനാ നിസ്കരിക്കണത്? സ്വർഗം കിട്ടാൻ. എന്താ സ്വർഗം? അപ്പൊ സ്വർഗം എന്താണെന്ന് ആ മനുഷ്യനങ്ങ് വിവരിച്ചു കൊടുത്തു. സ്വർഗം എന്ന് പറഞ്ഞാൽ അതിൽ ഹുറാനികളുണ്ട്. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ ഹൂറും മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. അതിൽ നദികളുണ്ട്, തോട്ടങ്ങളുണ്ട്. വഅൻഹാറും മിൻ അസലിൻ മുസഫാ വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശാരിബീൻ. ഒരുപാട് തരം കള്ളിനാനുള്ള പുഴകൾ, പാലിന്റെ പുഴകൾ ഒക്കെ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ മണ്ണെന്താണ്? ത്വയ്യിബത്തു തുർബത്തി അദ്ബത്തുൽ മാ. സ്വർഗത്തിലെ മണ്ണ് സ്വർണവും വെള്ളിയും രാഗി പൊടിച്ച് വെതറിയതാണ് സ്വർഗത്തിലെ മണ്ണ്. എന്തൊരു സുഗന്ധമാണ്! കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. ഈ മനുഷ്യൻ ഈ കേട്ടതൊക്കെ ദുന്യാവിൽ ഉണ്ടാക്കി. ഷദ്ദാദ് പറഞ്ഞു, അങ്ങനെ നിസ്കരിച്ച് സ്വർഗത്തേക്ക് പോകാൻ ഈ ഹുറാനികളെ വിചാരിച്ച് അങ്ങോട്ട് പോകേണ്ടതില്ല, അത് ഞാൻ ഇവിടെ ഉണ്ടാക്കാം. തേനിന്റെ പുഴ വിചാരിച്ച് അങ്ങോട്ട് പോകേണ്ടതില്ല, അത് ഞാനിവിടെ ഉണ്ടാക്കാം. കൊട്ടാരങ്ങളും പവിഴത്തിന്റെ മണിമാളികകൾ വിചാരിച്ച് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, അത് ഞാൻ ഉണ്ടാക്കി തരാം. ഇയാളോട് ഇങ്ങനെ ചെന്നിട്ട് ചോദിക്കും, ഈ വയസ്സനോട് ഇങ്ങനെ ചെന്നിട്ട് ചോദിക്കും, സ്വർഗത്തിന് പിന്നെന്താ ഉള്ളത്? അയാൾ പറഞ്ഞു കൊടുക്കും, അത് പോയിട്ടുണ്ടാക്കും. അങ്ങനെ ഈ ഭൂമിയിൽ ഒരു സ്വർഗം പണിതവനാ. എത്ര കൊല്ലം? 600 കൊല്ലം. അപ്പൊ ഇയാൾക്ക് എത്ര വയസ്സായി? 900 വയസ്സായി. 300 വയസ്സിൽ പണി തുടങ്ങി 900 വയസ്സ് വരെ പണിയെടുത്തു. ഒരു ദിവസം 16 ലക്ഷം ഉദ്യോഗസ്ഥന്മാരാണ് ജോലി ചെയ്യണത്. ജോലിക്ക് ഒരു ദിവസം 16 ലക്ഷം ജോലിക്കാർ ജോലി ചെയ്തിട്ട് 600 കൊല്ലം പണിതു. ഷദ്ദാദ് ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കി. എന്തൊക്കെ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇവിടെ നിർമ്മിച്ചു. ഇനി നിസ്കരിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ അതൊക്കെ കിട്ടും. ഞാൻ ഉണ്ടാക്കിക്കണില്ലേ സ്വർഗം, അതിനു വേണ്ടി കരിക്കേണ്ട ആവശ്യമില്ല. ധിക്കാരിയാണ്, കടുത്ത ധിക്കാരിയാണ്. ആ സ്വർഗത്തിന്റെ ഉദ്ഘാടനമാണ് നാളെ രാവിലെ അതിന്റെ ഉദ്ഘാടനമാണ്. നാട്ടുകാരൊക്കെ തടിച്ചുകൂടി സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ഷദ്ദാദ് വന്നു, വണ്ടി നിർത്തി, ഗേറ്റിങ്ങിലെത്തി, തുറക്കാൻ പോവാൻ. അല്ലാഹ് പറഞ്ഞു, പിടിച്ചോ, അവന്റെ റൂഹിനെ പിടിച്ചോ, തുറക്കാൻ സമ്മതിക്കണ്ട, ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കരുത്. ആ വാതിൽക്കലിട്ടിട്ട് ഞാൻ അവന്റെ റൂഹിനെ പിടിച്ചു. അപ്പൊ എനിക്ക് തോന്നി, ഇത്രയൊക്കെ എടങ്ങേറായി പണിതിയില്ലേ, ഒന്ന് കണ്ടോട്ടെ. അല്ലാഹ് സമ്മതിക്കൂല. എന്താ കാരണം എന്നറിയാം നിങ്ങൾ? അന്ന് ആ മരുഭൂമിയിൽ ആ ഉമ്മ പ്രസവിച്ച കുട്ടിയായവൻ. ഉമ്മ പ്രസവിച്ചിട്ട് തള്ള മരിച്ചില്ലേ? ആ തള്ള മരുഭൂമിയിൽ മരിച്ചപ്പോ ആരുടെയും സഹായമില്ലാത്ത ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ഉമ്മ മരിച്ചു പോയിട്ട് ഈ കുഞ്ഞിനെ അല്ലാഹു തആല സംരക്ഷിച്ചിട്ട് ആ കുഞ്ഞിനെ വളർത്തി 300 വയസ്സ് വരെ ഒരു കേടും യാതൊരു കുഴപ്പവുമില്ലാതെ സംരക്ഷിച്ചു അല്ലാഹു തആല പോന്നു. ആ പോന്ന ആ മനുഷ്യൻ ധിക്കാരമാണ് ആ ചെയ്തത് മുഴുവനും. അല്ലാഹു വെറുതെ വിട്ടില്ല, അത് കാണാൻ അല്ലാഹ് സമ്മതിച്ചില്ല. അത് അല്ലാതെ ഈ ലോകത്ത് ഒരാളെ റൂഹിനെ പിടിച്ചപ്പോഴും എനിക്കൊരു സങ്കടവും വന്നിട്ടില്ല. ഇതെനിക്കൊരു പാവം തോന്നിയിട്ടുണ്ട്.
അപ്പൊ ആ ഷദീദ് ചെറുപ്പത്തിൽ മരിച്ചുപോയി. ആദിന്റെ മകൻ ഷദീദ് ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഈ ശദ്ദാദാണ് ആ മരുഭൂമിയിൽ പ്രസവിക്കപ്പെട്ടത്. അവനെ 300 വയസ്സ് വരെ ജീവിച്ചപ്പോഴാണ് ഈ ധിക്കാരം തോന്നിയത്. 600 കൊല്ലം വീണ്ടും അള്ള പണിയെടുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. 900 വയസ്സായപ്പോൾ ആ ചെയ്തു വെച്ച ധിക്കാരത്തെ ഒന്ന് കണ്ണോക്ക് കാണാൻ പോലും സമ്മതിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പോലെ അസ്രായിൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന എവിടെ വെച്ച് പിടിക്കണം എന്ത് കേണപേക്ഷിച്ചിട്ടും കാര്യമില്ല. അസ്രായിൽ ഒരു ദയവുമില്ല, സമയം വന്നാ പിടിക്കും. അപ്പോ മരണത്തിന്റെ സന്ദർഭം വരുമ്പോ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഒന്ന് തൗബ ചെയ്താട്ടെ പഠിച്ചോനെ, ഞാനൊന്ന് ധർമ്മം കൊടുത്തോട്ടെ പഠിച്ചോനെ, ഞാൻ ആ നിസ്കാരം ഒന്നങ്ങ് ഖളാവ് ഒറ്റ വക്കത്തേ ഉള്ളൂ, അതങ്ങ് ഖളാവ് കിട്ടിക്കൊള്ളട്ടെ എന്ന് പറയാനൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കില്ല. കൃത്യസമയം ആയാൽ അല്ലാഹു റൂഹനെ പിടിക്കും. ഇതുകൊണ്ട് ദുനിയാവിന്റെ ആഡംബരത്തിൽ മുഴുകി ആഖിറത്തെ മറക്കാതിരിക്കാനുള്ള ഉപദേശിയാണ്, നമ്മുടെ കൂടെയുള്ള ഉപദേശിയാണ്. മരിക്കുമല്ലോ, മരിക്കണമല്ലോ, ഇതെല്ലാം ഉപേക്ഷിച്ച് പോകണമല്ലോ എന്ന ചിന്ത ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിച്ചു. അവിടുന്ന് മരണത്തെക്കുറിച്ച് ചിന്തിച്ചതും ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം എങ്ങനെയാണ്? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങി വന്നപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ സ്വർണഭംഗിലമായ ശരീരത്തിൽ, ആ അഴകാർന്ന ശരീരത്തിൽ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു കിടന്നപ്പോൾ വാരിയലിന്റെ സൈഡിൽ ഈന്തപ്പന മട്ടലിന്റെ അടയാളം കാണപ്പെടുന്നു. ഈന്തപ്പന മട്ടലിന്റെ അടയാളം, പായയുടെ അടയാളം ശരീരത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നഗ്നമായ ശരീരം പായയിൽ വെച്ച് കിടന്നതാണ്. എഴുന്നേറ്റ് ഇടങ്ങി കറങ്ങി വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, കിസ്റാ രാജാവും കൈസർ ചക്രവർത്തിയും വലിയ വലിയ സൗധങ്ങളിൽ വിഹരിക്കുമ്പോൾ താൽക്കാലിക ലോകത്തിന്റെ ഭൗതിക നേതാക്കന്മാർ സുഖലോലുപതയിൽ കഴിഞ്ഞുകൂടുമ്പോൾ ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് ലോകത്തിന്റെ നേതാവാണ്. ഈ വിധത്തിൽ വിഷമിച്ച് കിടക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഒരു പഞ്ഞിയുടെ മെത്ത ഞാൻ വിരിച്ചു തരാം നബിയേ. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മാലി വ ദുനിയാകും വമാ അന ഫീ ദുനിയാകും ഇല്ലാ കറാകിബിൻ ഇസ്തളല്ല തഹത ശജറത്തിൻ ثم راح عنها. ഉമറേ, എന്താണ് നിങ്ങളെ ദുനിയാവിന്റെ സ്ഥിതി? ഈ ദുനിയാവിന് എന്ത് വിലയാണുള്ളത്? ഞാൻ ഈ ദുനിയാവിനെ കാണുന്നത് ഏത് വിധത്തിലാണെന്നോ, ഒരു യാത്രക്കാരൻ ഒരു മരത്തിന്റെ താഴെ, ഇല്ലാ കറാകിബിൻ ഇസ്തളല്ല തഹത ശജറത്തിൻ ثم راح عنها, ഒരു യാത്രക്കാരൻ ഒരു മരത്തിന്റെ താഴെ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നവൻ അല്പസമയം ആ മരത്തിന്റെ താഴെ വിശ്രമിക്കുമ്പോൾ, പ്രകൃതി ആസ്വദിക്കുമ്പോൾ, ശുദ്ധവായു ശ്വസിക്കുമ്പോൾ അവിടെ ഒരു പഞ്ഞിയുടെ മെത്ത വിരിക്കുമോ മറേ, അവിടെ ഒരു മണിമാളിക നിർമ്മിക്കുമ്പോൾ മറേ, അല്പസമയത്തെ വിശ്രമം കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലവും വിട്ട് അയാള് മുന്നോട്ട് പോകില്ലേ എന്നതുപോലെ ഈ ദുനിയാവിന് ഒരു മരത്തിന്റെ താഴെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കുറച്ചു കാലം ജീവിച്ചതുപോലെ, മണ്ണിലായി കുറച്ചു കാലം കഴിഞ്ഞുകൂടിയതുപോലെ, ഒരല്പകാലം ബീജമായി കിടന്നതുപോലെ, ഒരല്പകാലം മാംസകഷ്ണമായി കിടന്നതുപോലെ, ഒരല്പകാലം രക്തക്കട്ടയായി കിടന്നതുപോലെ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ ജീവിച്ചതുപോലെ തരം മാറി വരുന്ന ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിൽ ഒരല്പ ജീവിതമാണ്. ഈ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് സുഖിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഉപദേശിച്ചു, മരണത്തെക്കുറിച്ച് ചിന്തിച്ചു. അതുകൊണ്ട് ജീവിതം ലളിതമായി ആഡംബരം ഉപേക്ഷിച്ചു. ഒരു ഇബാദത്തും അവിടുന്ന് നഷ്ടപ്പെട്ടു പോയില്ല എന്നതാണ്. അക്തിറൂ മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോ
നബിയുടെ ഭാര്യമാരിൽപ്പെട്ട ഹഫ്സ ബീവിയാണെന്ന് തോന്നുന്നു. ഒരു ബീവി അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ വന്നു. ആയിഷ ബീവിന്റെ റൂമിൽ വന്നു നോക്കിയപ്പോൾ അവിടെ പരുവരുത്ത ഒരു പരമ്പ് കിടക്കുന്നുണ്ട്. നല്ല മിനുസമായ ഒന്നുമല്ല. റസൂലുള്ളാഹിന്റെ വിരിപ്പ് എത്ര ഉണ്ടായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പ് 1 മുഴം വീതി, 2 മുഴം നീളം. അതായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ കിടക്ക, പരുപരുത്തത്. അതിലെങ്ങനെ ഒരു മനുഷ്യൻ കയ്യും കാലും നീട്ടിക്കിടക്കുക? അങ്ങനെ കയ്യും കാലും നീട്ടിക്കിടക്കാറില്ല. മുത്തനബി അങ്ങനെ കയ്യും കാലും നീട്ടിക്കിടക്കാറില്ല, ചുരുങ്ങിയേ കിടക്കുള്ളൂ. 2 മുഴം മാത്രം നീളമുള്ള ഒരു വിരിപ്പ്. ആ വിരിപ്പ് ഈന്തപ്പന മട്ടലിന്റെ പരുപരുത്ത ഓലയാണ്. 1 മുഴമാണ് അതിന്റെ വീതി, 2 മുഴമാണ് അതിന്റെ നീളം. ഇത് കണ്ടിട്ട് ബഹുമാനപ്പെട്ട ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പോയി നല്ല മിനുസമായ ഒരു വിരിപ്പ് വീട്ടിൽ കൊണ്ടുവന്നിട്ടു. അള്ളാഹു റസൂലിന് കിടന്നുറങ്ങാൻ സൗകര്യം ചെയ്തു കൊടുത്തു. കിടന്നോട്ടെ എന്ന് പറഞ്ഞു. നബി തങ്ങൾ കയറി വന്നപ്പോൾ സാധാരണ അല്ലാത്തൊരു പുതിയ വിരിപ്പ്. ഇതെവിടെ നിന്ന് കിട്ടി? അത് ഹഫ്സ കൊടുന്നതാണ്. ഇതങ്ങ് കേട്ടതോടുകൂടി അള്ളാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ ഉടുത്ത തുണികൾ പൊക്കി പിടിച്ചിട്ട്, തുണി ഉടുക്കാനൊന്നും നേരമില്ല, അന്നേക്ക് അതിന് കൂട്ടിപ്പിടിച്ചിട്ട് ഓടാണ് ഈ പായയും കൊണ്ട് ഹഫ്സ ബീവിന്റെ വീട്ടിലേക്ക്. ഹഫ്സ, നീ എന്താ വിചാരിച്ചത്? എനിക്കൊരു പായ ഉണ്ടാക്കാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ടാണോ? മിനുസമായ ഒരു ബെഡ് ഉണ്ടാക്കാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ടാണോ? ഈ ദുന്യാവ് സുഖിക്കാനുള്ളതല്ല, അതുകൊണ്ടാണ് എനിക്ക് വേണ്ടാത്തത്. അതുകൊണ്ട് ഇനി മേലിൽ ഇത്തരം പ്രവർത്തനം ചെയ്യരുതെന്ന് പറഞ്ഞൊരു താക്കീത് കൊടുത്തുകൊണ്ട് ആ വിരിപ്പ് കൊണ്ടുപോയി ഹഫ്സ ബീവിന്റെ വീട്ടിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ മരണത്തെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും ഹൃദയത്തിലുണ്ടെങ്കിൽ ദുന്യാവിന്റെ ആഡംബരങ്ങളിൽ മുഴുകില്ല, ആഖിറത്തെ മറക്കില്ല, ഇബാദത്തുകൾ ഒന്നും അവൻ നഷ്ടപ്പെടുത്തി കളയില്ല. ഈ കഴിഞ്ഞ നിസ്കാരം ഖളാ വീട്ടാനുള്ള സമയം കിട്ടുമോ എന്ന കാര്യത്തിൽ അവൻ വേജാറിലായിരിക്കും. ഇതാണ് ഒരു മനുഷ്യന്റെ കൂടെ കൊണ്ടു നടക്കേണ്ട ഏറ്റവും വലിയ ഉപദേശി ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മരണസ്മരണയാണ്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത, ഞാൻ മരിക്കുമല്ലോ എന്ന ചിന്ത. ഒരു ദിവസം അസ്രായിലിനെ കുറിച്ച് എത്ര പ്രാവശ്യം നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ടാകും? ഇന്നത്തെ ദിവസം അസ്രായിലിനെ കുറിച്ച് എത്ര തവണ നാം ഓർമ്മിച്ചിട്ടുണ്ടാകും, ഓർത്തിരുന്നിട്ടുണ്ടാവും? അസ്രായിൽ അലൈഹി ഇസ്ലാമിന്റെ റൂഹിനെ പിടിക്കുമല്ലോ, ഞാൻ മരിച്ചു പോകേണ്ടവനാണല്ലോ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഇദാ കാനത്ത് ലൈലത്തുൻ നസ്ബി മിൻ ശഅബാൻ, ശഅബാൻ 15-ാം രാവ് ആയാൽ, ബറാത്തിന്റെ രാത്രി കഴിഞ്ഞുപോയി നമുക്ക്. ആ ബറാത്തിന്റെ രാത്രി ആയാൽ അഅ്താ ലികുല്ലി മലക്കിൻ സ്വഹീഫാ, എല്ലാ മലക്കുകളെ കയ്യിലേക്കും ഒരു ഏട് കൊടുക്കും. ഓരോ വകുപ്പിന്റെ നേതൃത്വം വഹിക്കുന്ന മലക്കുകൾ. അസ്രായിൽ അലൈഹിസ്സലാം ഒരു വകുപ്പിന്റെ നേതൃത്വം വഹിക്കുന്ന മലക്കാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മറ്റൊരു വകുപ്പിന്റെ നേതൃത്വം വഹിക്കുന്ന മലക്കാണ്. മീകായിൽ അലൈഹിസ്സലാം വേറെ ഒരു വകുപ്പിന്റെ നേതൃത്വം വഹിക്കുന്ന മലക്കാണ്. ഓരോ മലക്കുകളെ കയ്യിലേക്കും ഓരോ ഗ്രന്ഥങ്ങൾ കൊടുക്കും, ഒരു ഏട് കൊടുക്കും. അതിലെന്താ ഉള്ളത്? ഈ നോളജ് സിറ്റി പരിസരത്ത് അല്ലെങ്കിൽ ഈ കോഴിക്കോട് ജില്ലയിൽ ഇത്ര ലിറ്റർ മഴ പെയ്യണം, ഇത്ര ശക്തിയിൽ കാറ്റടിക്കണം, അടുത്ത ബറാത്ത് വരെയുള്ള ഒരു കൊല്ലത്തിനിടയിൽ ഇന്ന പ്രദേശങ്ങളിൽ ഇത്ര ശക്തിയിൽ കാറ്റടിക്കണം, മഴ പെയ്യണം, ഇടിവെട്ടണം, ഈ കണക്കാണ്. അതനുസരിച്ച് മീകായിൽ അലൈഹിസ്സലാം ഒരു കൊല്ലം ഇടിയും മഴയും മിന്നും കാറ്റുമായി ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പൂർത്തീകരിക്കുന്നു, ആ പണി പൂർത്തീകരിക്കുന്നു. അസ്രായിലിന്റെ കയ്യിൽ കൊടുത്ത പുസ്തകത്തിൽ ഉള്ളതെന്താണ്? ബറാത്തിന്റെ അന്ന് അസ്രായിലിന്റെ കയ്യിലേക്ക് ഒരു സഹീഫത്തിന് അല്ലാഹു തആല കൊടുക്കും. ആ സഹീഫത്തിലുള്ളത് എന്താണ്? ഈ ബറാത്തിന്റെ രാത്രി മുതൽ അടുത്ത ബറാത്തിന്റെ രാത്രി വരെയുള്ള ഒരു കൊല്ലത്തിനിടയിൽ ഇന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇത്രയും ആളുകളുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുവരണം. ഫുൾ അഡ്രസ് എല്ലാം എഴുതി കൊടുക്കും. അസ്രായീൽ ആ പുസ്തകം വാങ്ങി ഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
എന്റെയും നിങ്ങളുടെയും വീടുകളിലൊക്കെ ഇസ്രായേൽ വരും. ഒരു ദിവസവും ഓരോ ദിവസവും വരും. ഈ പുസ്തകത്തിലേക്കൊന്ന് നോക്കും, നമ്മുടെ മുഖത്തേക്കൊന്ന് നോക്കും. സമയമായിട്ടില്ല എന്ന് കാണുമ്പോൾ തിരിച്ചു പോകും. വീണ്ടും വരും, നമ്മുടെ വീട്ടിൽ വരും. എന്നിട്ട് ഈ ബുക്കിലേക്കൊന്ന് നോക്കും, നമ്മുടെ മുഖത്തേക്കൊന്ന് നോക്കും. സമയമായിട്ടില്ല, തിരിച്ചു പോകും. അങ്ങനെ ഓരോ ദിവസവും അസ്രാഈൽ അലൈഹിസ്സലാം എന്റെയും നിങ്ങളുടെയും മുഖത്ത് ഓരോ ദിവസവും എത്ര തവണ നോക്കിക്കൊണ്ടിരിക്കുന്നു? 70 മറ. നബിയുനാ റസൂലുള്ളാഹി ഓരോ ദിവസവും അസ്രാഈൽ അലൈഹിസ്സലാം 70 പ്രാവശ്യം എന്റെയും നിങ്ങളുടെയും മുഖത്ത് നോക്കി ഇറങ്ങിപ്പോകുന്നു. 70 തവണ അസ്രാഈൽ അലൈഹിസ്സലാം ഇന്ന് എന്റെയും നിങ്ങളുടെയും മുഖത്ത് നോക്കിപ്പോയി. ആ അസ്രാഈലിനെ എന്നെ റൂഹ് പിടിക്കാൻ വരുമല്ലോ, ദയാദാക്ഷിണ്യമില്ലാതെ എന്നെ പിടിച്ചു കൊണ്ടുപോകുമല്ലോ എന്ന് ചിന്തിച്ചൊരല്പസമയം ഇരുന്ന് ഒരു ബോധത്തോടു കൂടി അത് ചിന്തിച്ചവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ടാകും? 70 പ്രാവശ്യം. എത്ര മനുഷ്യന്മാർ! അവർ രാവിലെയാകുന്നു, വൈകുന്നേരമാകുന്നു, നിർഭയമായി അവരുടെ ദിവസങ്ങൾ തള്ളി നീക്കുന്നു. പക്ഷേ അവനൊരു ടെക്സ്റ്റൈൽസിന്റെ മുന്നിൽ കൂടി നടന്നു പോകുമ്പോ എന്നെ കഫൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള തുണി ഏതെങ്കിലും മില്ലുകളിൽ നെയ്യപ്പെട്ട് ഈ ടെക്സ്റ്റൈൽസിൽ വന്നിട്ട് അലമാരിയിൽ ഇരിക്കുന്നുണ്ടാകുമെന്ന് അവൻ അറിയുന്നില്ല, അവൻ ചിന്തിക്കുന്നില്ല. ഈ ടെക്സ്റ്റൈൽസിൽ ഒരു പക്ഷേ എന്നെ കഫൻ ചെയ്ത് കൊണ്ടുപോകാൻ തുണി വന്നിട്ടുണ്ടാകില്ലേ എന്നും പറഞ്ഞത് എത്ര സത്യമാണ്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത എന്താണ് ശറഈൽ? അതിന്റെ ഹുക്മ് മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. അത് വാജിബാണോ, സുന്നത്താണോ? എന്താണ് ശറഈയായിട്ട് അതിന്റെ ഹുക്മ്? മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് മരണത്തെക്കുറിച്ചുള്ള ചിന്ത, അതിനെ ഓർത്തുകൊണ്ടിരിക്കൽ മുഅക്കദായ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. ഉജൂബാണെന്നും അഭിപ്രായമുണ്ട്. അതാ മുഅക്കദായ സുന്നത്താണ്. പ്രബലമായ അതിന്റെ മസല മുഅക്കദായ സുന്നത്താണെന്നാണ്. എന്നാൽ ഈ മുഅക്കദായ സുന്നത്ത് ചിലപ്പോൾ ദോഷം ചെയ്യും. അതിന് എതിർ പ്രശ്നമുണ്ടാക്കി തീർക്കും, അത് ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കും. എങ്ങനെയെന്നറിയോ? മരണത്തെക്കുറിച്ചുള്ള ചിന്ത 3 വിധത്തിലാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുന്നു, മരണത്തെക്കുറിച്ചുള്ള ചിന്ത 3 വിധത്തിൽ ഉണ്ട്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന 3 വിധം ആളുകളാണ്. ഏതാണ്? 1 തായിബ്, 2 മുൻഹമിക്, 3 ആരിഫ്. ഈ 3 കൂട്ടർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. മുൻഹമിക് എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. പക്ഷെ എങ്ങനെയാ ചിന്തിക്കുന്നത്? മരിക്കുമല്ലോ പഠിച്ചോനെ, വലിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ മരിക്കുമല്ലോ, മരണം എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ റബ്ബേ, പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ബിസിനസ് എന്തായി പോകും? എന്റെ ഭാര്യ വിധവയായി പോകുമല്ലോ, എന്റെ ഭാര്യക്കാരാണ് ഉണ്ടാവുക. ഞാൻ മരിച്ചാൽ എന്റെ മക്കള് എന്തായി പോകും? ഒരു കാറ് വാങ്ങിക്കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, അതിൽ യാത്ര ചെയ്ത് ആഗ്രഹം തീർന്നിട്ടില്ല, എന്റെ വാഹനം എന്തായി പോകും? ദുന്യാവ് നഷ്ടപ്പെടുമല്ലോ, ദുന്യാവിലെ ഏതെങ്കിലും വകുപ്പ് നഷ്ടപ്പെടുമല്ലോ എന്ന് ചിന്തിച്ച് മരണത്തെ ഓർക്കുന്നു. ദുന്യാവ് നഷ്ടപ്പെടുമെന്ന വേദനയോടുകൂടി എന്റെ ഭാര്യ എനിക്ക് നഷ്ടമാകുമല്ലോ, എന്റെ മക്കൾ എന്നോട് വിട പറയുമല്ലോ, എന്റെ സമ്പത്ത് എനിക്ക് നഷ്ടപ്പെടുമല്ലോ, എന്റെ കച്ചവടം പൊളിഞ്ഞു പോകുമല്ലോ, എന്റെ വാഹനം എനിക്ക് നഷ്ടപ്പെടും എന്ന് ഓർത്തുകൊണ്ട് ദുന്യാവ് നഷ്ടപ്പെടുന്നതിലുള്ള വേദനയോടുകൂടി മരണത്തെ ചിന്തിക്കുന്നവരുണ്ട്, ഓർക്കുന്നവരുണ്ട്. അവരുടെ പേരാണ് മുൻഹമിക്ക്. ആ വിധത്തിൽ മരണത്തെ ഓർത്താൽ ഫലാ യസീദുഹു മിനല്ലാഹി ഇല്ലാ ബുഅദാ,
അള്ളാഹുവിനെ തൊട്ട് അകന്നു പോവുകയാണ്. അള്ളാഹുവിനെ തൊട്ട് അകന്നു പോവുകയാണ്. മരണസ്മരണ മൂലം, മരണത്തെ ഓർക്കുന്നത് മൂലം, ആ മുഅക്കദായ സുന്നത്താകുന്ന മരണത്തെ ഓർക്കുന്നതോടുകൂടി അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അകന്ന് പോവുകയാണ്. മരണത്തെ ഓർക്കുക എന്ന് റസൂലുള്ളാഹി കൽപ്പിച്ചത് സുന്നത്തു മുഅക്കദായ സംഗതി അപകടകരമായി മാറരുത്. രണ്ടാമത്തത് തായിബ് എന്ന് പറയുന്നതാണ്. എന്താണ് തായിബ് എന്ന് പറഞ്ഞാൽ, പടച്ചവനെ ഞാൻ മരിക്കുമല്ലോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കെട്ടിക്കൊണ്ടുപോയി ഖബറിൽ വെക്കും. നിസ്കാരം നിർവഹിച്ച്, പള്ളിയിൽ വെച്ച് നിസ്കാരം നിർവഹിച്ച് ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി വെക്കും. ഒന്ന് ചിന്തിക്കണേ, മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ ആ സദസ്സിൽ പല മയ്യത്തിനും വിളിച്ചു പറയുന്നത് നാം കേൾക്കാറുണ്ട്. ഈ മയ്യത്തിന്റെ കടബാധ്യതകൾ ആർക്കെങ്കിലും എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ മൂത്ത മകൻ ഏറ്റെടുത്തിരിക്കുന്നു, അതല്ലെങ്കിൽ മറ്റൊരാൾ പറയും അദ്ദേഹത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, എന്നോട് ചോദിച്ചോളൂ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു ഗതി വരാതെ അല്ലാഹു സന്തോഷ മരണം തരട്ടെ. കടം വെച്ച് മരിക്കണ ഒരവസ്ഥ വരാതെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ സ്ഥാനത്ത് ഇദ്ദേഹത്തിന്റെ ദോഷം മുഴുവനും ഞാൻ ഏറ്റെടുത്തു എന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒരാളുണ്ടോ? നമ്മളെ മയ്യത്ത് മെഹ്റാബിന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് ഇയാളെ കടം ഞാൻ ഏറ്റെടുത്തു എന്ന് പലരും പറയും. ഇയാളെ ദോഷം ഞാൻ ഏറ്റെടുത്തു, അദ്ദേഹം രക്ഷപ്പെടട്ടെ എന്ന് പറയാൻ ആളുണ്ടോ? ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി വെച്ച് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് പറഞ്ഞ് കല്ല് വെച്ച് മണ്ണിട്ട് മൂടി കുടുംബങ്ങളും മക്കളും എല്ലാവരും പിരിഞ്ഞു പോന്നാൽ അതിന്റെ ഉള്ളിൽ ഞാൻ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇദാ തവല്ലന്നാസു മിൻ ബഅദി ദഫൻ റുദ്ദത് ഇലൈഹി റൂഹു ഇലൽ ബദൻ ഫജാഅഹുൽ മുൻകറു വന്നകീറു വസ്ഫൂഹുമാ ബൈനൽ വറാ ശഹീറു ജഅദാനി അസ്റഖാനി അസ്വദാനി ശഅറുഹുമാ യസ്ഹാബു റിജ്ലാനി. രണ്ട് പ്രധാനികളായ മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യും. എന്താണ് ഖബറിലെ ആദ്യത്തെ ചോദ്യം? ഖബറിലെ ഫസ്റ്റ് ചോദ്യം എന്താ? ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു ഫിൽ ഖബരി അന്നി നബിയുനാ റസൂലുള്ളാഹി. ഖബറിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നെ പറ്റിയാണ്, അല്ലാഹുവിനെ പറ്റിയല്ല. ഖബറിൽ ആദ്യത്തെ ചോദ്യം റസൂലുള്ളാഹിനെ സംബന്ധിച്ചാണ്. ആ ചോദ്യത്തിന്റെ മറുപടിയിൽ രക്ഷപ്പെട്ടാൽ ഫമൻ നജാ മിൻഹു വമാ ബഅദഹു ഐസറു, ബാക്കിയുള്ളതൊക്കെ രക്ഷപ്പെട്ടു. ഫസ്റ്റിലെ ചോദ്യം അവ്വലു മാ യുഹാസബു അവ്വലു മാ തുസ്അലു ഫിൽ ഖബ്രി അന്നി. ഖബറിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നെ പറ്റിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയ ഖബറിൽ രണ്ട് ചോദ്യം, ബാക്കിയെല്ലാം ഒന്നിനും. മർ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഇമാമുക വമാ ഖിബ്ലതുക, എല്ലാം ഒരു ചോദ്യമുള്ളൂ. റസൂലുള്ളാഹിനെ പറ്റി മാത്രമേ രണ്ട് ചോദ്യമുള്ളൂ. ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ അള്ളാഹിനെ പറ്റി രണ്ട് ചോദ്യം. റസൂലുള്ളാഹിനെ പറ്റി എന്താണ്? മൻ നബിയുക, നിന്റെ നബി ആരാണ്? വമാദാ തഖൂലു ഫീ ഹാദർ റജുൽ, ഈ ആളെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? ഈ രണ്ട് ചോദ്യം റസൂലുള്ളാഹിനെ പറ്റി പറയുമ്പോ അതിന് നിങ്ങൾക്ക് ഖബർ ഇടയ്ക്ക് കൂട്ടി പറഞ്ഞതാണ്. ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണെന്ന് തോന്നിപ്പോകരുത്. ഇടയ്ക്ക് ഞാൻ കൂട്ടി പറഞ്ഞതാണ്, ഒരു ഉപകാരം കിട്ടട്ടെ എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി വ്യക്തമായി പറയാൻ കഴിയണമെങ്കിൽ അക്തിറൂ അലയ്യ മിനസ് സ്വലാത്ത്, എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. എനിക്ക് നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ ഫസ്റ്റ് ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ സഹായിക്കും. ഫസ്റ്റ് ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എളുപ്പമായി.
ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് സ്വലാത്ത് എപ്പോഴും നല്ല ചൊല്ലിക്കോ, എപ്പോഴും സ്വലാത്ത് ചൊല്ലിയ ഖബറിലെ ഫസ്റ്റിലെ ചോദ്യത്തിൽ രക്ഷപ്പെട്ട് റസൂലുള്ളാഹിന്റെ സഹായം കിട്ടും. റസൂലുള്ളാഹി തങ്ങളുടെ സഹായം കിട്ടും. അപ്പൊ റസൂലുള്ളാഹിക്ക് ഖബറിൽ നമ്മളെ സഹായിക്കുന്നതോടുകൂടി ബാക്കിയുള്ളതൊക്കെ പിന്നെ മറുപടിക്ക് എളുപ്പമാണ്, മറുപടി പറയാൻ എളുപ്പമായി കിട്ടും. ആ ഖബറിൽ വെച്ചിട്ട് എന്നെ ചോദ്യം ചെയ്യുന്നൊരു സന്ദർഭം വരാനുണ്ട്. എന്നോട് ആ ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് മറുപടി പറയാൻ കിട്ടുമോ? എന്റെ പക്കൽ ഇബാദത്തുണ്ടോ? ഞാൻ അതിന് തയ്യാറായിട്ടുണ്ടോ? ഖബറിലേക്ക് പോകുമ്പോൾ എന്റെ സ്ഥിതി എന്താണ് എന്ന് ആലോചിച്ച് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് എന്നെ വിചാരണ ചെയ്യുന്ന ഒരു രംഗം വരാനില്ലേ? ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യും എന്ന് പേടിച്ചുകൊണ്ട് മരണത്തെ ഓർക്കുന്നവരുണ്ട്. അവരുടെ പേരാണ് തായിബ്. അവർക്ക് ഭാര്യ നഷ്ടപ്പെടുന്നത് പ്രശ്നമല്ല, മക്കൾ നഷ്ടപ്പെടുന്നത് പ്രശ്നമല്ല, അവർക്കൊന്നും പ്രശ്നമല്ല. അവർക്ക് എന്തേ ഉള്ളു പ്രശ്നം? ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ് ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഖബറിലെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുമോ? നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുമോ? ഈ ചിന്തയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. മൂന്നാമത്തത്, നമ്മളെ കൊണ്ടൊന്നും പെട്ടെന്ന് കഴിയുന്നതല്ല. ആരിഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? മരണത്തെ സന്തോഷത്തോടു കൂടി കാണുക. എപ്പോഴാണോ മരിച്ചു കിട്ടുന്നത് സന്തോഷം, ഒരു പരാതിയില്ല, ഒരു പ്രശ്നവുമില്ല. എന്താ കാരണം? അവർക്ക് മരിച്ചു കിട്ടിയാൽ ഈ ദുനിയാവിൽ കണ്ണ് തുറന്നാൽ ഹറാമ് കാണണം. നാവെടുത്ത് വല്ലതും സംസാരിക്കാമെങ്കിൽ ഹറാമ് പറയാതെ കഴിയൂല. ഒരു സദസ്സ് പങ്കെടുത്താൽ ഹറാമ് കേൾക്കണം. മുഴുവൻ സ്ഥലത്തും ഹറാം. അങ്ങോട്ട് തിരിഞ്ഞാലും ഹറാം, ഇങ്ങോട്ട് തിരിഞ്ഞാലും ഹറാം. എടങ്ങേറായല്ലോ ഇതിന്റെ ഇടയിൽ ജീവിച്ചിട്ട്. ഒന്ന് കഴിച്ചിലായി കിട്ടിയെങ്കിൽ മരണം വരണം. അൽഹംദുലില്ലാ, സന്തോഷം. ഒരു നിസ്കാരം അവർ ഉപേക്ഷിച്ചിട്ടില്ല, ഒരു നോമ്പ് അവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല, അല്ലാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിച്ചിട്ടില്ല, ഒരു ഹറാം ചെയ്തിട്ടില്ല, ഒരു കറാത്ത് പോലും ചെയ്തിട്ടില്ല. പരിശുദ്ധ ജീവിതം നയിച്ചപ്പോൾ എപ്പോഴാണോ അവരുടെ മരണം അവർക്ക് സംഭവിക്കുന്നത് ആ സമയത്ത് പോകാൻ അവര് റെഡിയാണ്. അത് സന്തോഷമാണ്. അങ്ങനെ മരണത്തെ സന്തോഷത്തോടു കൂടി കാണുന്നവർ. ഇങ്ങനെ മരണസ്മരണ 3 തരത്തിലാണ്, 3 വിധത്തിലാണ്. നമ്മൾ ഏതിലാ പെടാൻ പാടില്ലാത്തത്? ദുന്യാവിനെ ഓർത്തുകൊണ്ട് മരണം പേടിയോടുകൂടി കാണുക. ദുന്യാവ് നഷ്ടപ്പെടുമല്ലോ, അതിൽ പെടരുത്. അള്ളാഹുവിനെയും അവന്റെ റഹ്മത്തിനെയും സ്വർഗത്തിനെയും തൊട്ട് അകന്നു പോകും. രണ്ടാമത്തത്, ഖബറിലെയും പരലോകത്തെയും ചോദ്യത്തെ ഭയപ്പെട്ടുകൊണ്ട് മരണത്തെ ഓർക്കുക. അതിൽ പെട്ടാൽ നമ്മൾ നന്നായി കിട്ടും. മൂന്നാമത്തത്, പദവിയിലേക്ക് എത്താൻ ശ്രമിക്കുക. മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ദ്വാരക്കാൻ പാടില്ല. മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ദ്വാരക്കാൻ പാടില്ല. എത്ര കഷ്ടപ്പെട്ടാലും മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ദ്വാരക്കരുത്. അങ്ങനെ ഒരിക്കലും പാടില്ല. പക്ഷെ മരണം സംഭവിക്കുന്ന സമയത്ത് പരാതി പറയില്ല, സന്തോഷമാണ്. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകാനായി, പരലോകം സ്വർഗം, അവിടത്തേക്കാണല്ലോ യാത്ര എന്നാലോചിക്കുമ്പോൾ സന്തോഷം. ആ വിഭാഗത്തിലേക്ക് പെടാൻ നമ്മൾ ശ്രമിക്കണം. മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്ന് പാടെ നഷ്ടപ്പെട്ടതാണ്. എല്ലായിടത്തും നമുക്കൊക്കെ പറ്റിയ അപകടം. പണ്ട് ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിലനിർത്താൻ ശരീഅത്തുൽ ഇസ്ലാമിൽ എന്തെല്ലാം സംവിധാനം ഉണ്ടെന്ന് അറിയാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. സുബഹി നിസ്കരിച്ച് സുബഹിക്ക് ബാങ്ക് വിളിച്ചാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. സുബഹിയുടെ സുന്നത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ടൊന്ന് ചെരിഞ്ഞു കിടക്കണം. എന്നിട്ട് വേണം ഫർള് നിസ്കരിക്കാൻ. എങ്ങനെ ചെരിഞ്ഞു കിടക്കണം? വലതുഭാഗത്തിന്മേൽ കിടക്കണം. മുഖവും നെഞ്ചും ഖിബിലയുടെ ഭാഗത്തേക്കാക്കിയിട്ടൊന്ന് ചെരിഞ്ഞു കിടക്കണം. പള്ളിയിലാണെങ്കിലും കിടക്കണം, വീട്ടിലാണെങ്കിലും കിടക്കണം. اللهم رب جبريل وميكائيل وإسرافيل وعزرائيل ورب محمد صلى الله عليه وسلم أجرني من النار. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലണം. കുറച്ച് സമയം ഒന്ന് കിടക്കും, 1 മിനിറ്റ് പോലും വേണമെന്നില്ല. ആ കിടത്തത്തിന്റെ രൂപം ഖബറിൽ കിടക്കുന്നത് പോലെ.
ഖബറിൽ എങ്ങനെയാണ് നമ്മൾ കിടത്തല്? ചെരിച്ചാണ് കിടത്തുക. മുഖം ഖിബിലന്റെ ഭാഗത്തേക്ക്, നെഞ്ച് ഖിബിലയുടെ ഭാഗത്തേക്ക്, ചെരിച്ച ഖബറിൽ കിടത്തം പോലെ കിടത്തണം. എന്തിനാത്? രാവിലെ സുബ്ഹിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഫർള് നിസ്കരിക്കുന്നതിന് മുൻപ് പള്ളിയിൽ വന്നു നോക്കുമ്പോ ജമാഅത്ത് നടക്കുകയാണ്. വേഗം ആ സുബ്ഹിന്റെ ഫർള് ജമാഅത്തിന് കൂടി ഫർള് നിസ്കരിച്ചു കഴിഞ്ഞു. ഇനി എപ്പോഴാ കിടക്കുക? സുന്നത്ത് നിസ്കരിച്ചിട്ട്. സുബ്ഹിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഫർളിന് ശേഷം നിസ്കരിക്കണം. എന്നിട്ട് ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ചെരിഞ്ഞൊന്ന് കിടക്കണം. കിടന്നിട്ട് ആ കിടത്തത്തിൽ മരണത്തെ കുറിച്ച് ചിന്തിക്കണം. പടച്ചോനെ, ഖബറിൽ കൊണ്ടുപോയാൽ ഇങ്ങനെയാണല്ലോ വെക്കുന്നത്, എന്നെ ഖബറിൽ ഇങ്ങനെയായിരിക്കുമല്ലോ വെക്കുന്നത്. എന്റെ കവിൾത്തടത്തിൽ നിന്ന് കഫംപുടവ നീക്കിയിട്ട് ആ കവിൾത്തടം ഭൂമിയിലേക്ക് മണ്ണോട് ചേർക്കുമല്ലോ. എന്നെ കൊണ്ടുപോയി ആക്കിയവരൊക്കെ തിരിച്ചു പോരും. എന്നെ കാണാതെ ജീവിക്കാൻ കഴിയാത്ത മക്കളും എന്നെ വിട്ടുപിരിയാൻ സാധിക്കാത്ത ഭാര്യയും എന്റെ ഉമ്മയും അപ്പയും ഒക്കെ എന്നോട് വിട പറഞ്ഞു പോകും. അവരൊക്കെയും എന്റെ മുഖത്തേക്ക് മണ്ണ് വാരി എറിയുമല്ലോ. ഒരല്പസമയം അവിടെ കിടന്നൊന്നും ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ശരീഅത്തുൽ ഇസ്ലാമിന്റെ ഒരു ജീവിത ശൈലിയാണ്. നമ്മൾ ചെയ്യണം. പിന്നെ ളുഹാ നിസ്കാരത്തിന്റെ ഖൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞിട്ട് ഉച്ച സമയത്തൊരു ഉറക്കമുണ്ട്. തഹജ്ജുദിന് വേണ്ടി സുബഹിക്ക് കുറച്ച് മുമ്പ് ഉറക്കമൊഴിച്ച് എഴുന്നേറ്റതാണ്. അത്തരം ആളുകൾക്ക് ആ നഷ്ടപ്പെട്ട ഉറക്കമൊന്ന് വീണ്ടെടുക്കാനും ക്ഷീണം മാറ്റാനും പറ്റും. ഒരല്പസമയം ഉച്ച സമയത്ത് ഖൈലൂലത്തിന്റെ ഉറക്കമെന്ന് പറഞ്ഞിട്ട് ഉച്ചക്കൊരു കിടത്തമുണ്ട്, സുന്നത്തിന്റെ കിടത്തമുണ്ട്. ആ കിടത്തവും എങ്ങനെ കിടക്കണം? വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് നെഞ്ച് ഖിബിലയുടെ ഭാഗത്തേക്കാക്കി ഖബറിൽ കിടക്കും പോലെ കിടക്കണം. ആ ചിന്ത വേണം. രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് പതിവ് പോലെ ബെഡ്റൂമിൽ ചെന്ന് കിടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ നമ്മുടെ ബെഡ്റൂമിലെ കട്ടിൽ എങ്ങനെയാ സംവിധാനിക്കേണ്ടത്? വടക്കോട്ട് തലവെച്ച് പടിഞ്ഞാറോട്ട് നെഞ്ചും മുഖവും വെച്ചുകൊണ്ട് കിടക്കുന്ന രൂപത്തിൽ കിടക്കണം. അപ്പോഴും ചിന്തിക്കണം, ഖബറിൽ കിടക്കുന്നത് ഇങ്ങനെയാണ്. രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും, അതല്ലെങ്കിൽ രാവിലെയും ഉച്ചക്ക് കിടന്നില്ല, രാത്രിയും ഒരു ദിവസം 2 നേരം ഖബറിൽ കിടക്കുന്ന ചിന്തയോടെ കിടക്കണമെന്ന് പ്രാക്ടിക്കലായി നമ്മുടെ ജീവിതത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടപ്പിലാക്കിയിട്ട് പിന്നെ എങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യന് മരണത്തെ വിസ്മരിക്കാൻ കഴിയും? അവൻ എങ്ങനെ തെറ്റ് ചെയ്യും? മരണമെന്ന ചിന്ത ഹൃദയത്തിൽ നിന്ന് നാം കളഞ്ഞുപോയി. ഈ കടത്തമില്ല. ആധുനിക മോഡലുകളിൽ വീടുണ്ടാക്കുമ്പോ ഇതൊന്നും ചിന്തിക്കലില്ല. തല എങ്ങോട്ടാ വെക്കല്? കക്കൂസ് എവിടെയാ ഉണ്ടാക്കേണ്ടത് എന്ന് ചിന്തിക്കും. അടുപ്പ് എവിടെയാ ഉണ്ടാക്കേണ്ടത് എന്ന് ചിന്തിക്കും. എങ്ങോട്ട് തിരിഞ്ഞു നിന്നാ കത്തിക്കേണ്ടത്, അതിലൊക്കെ വലിയ ബേജാറുണ്ടാവും. കിടക്കാൻ കട്ടിലിടേണ്ടത് എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ്? എങ്ങനെയാ കട്ടിലിടേണ്ടത്? എഞ്ചിനീയർമാർ പ്ലാൻ ചെയ്തു തരുമല്ലോ. ബെഡ്റൂമിൽ കട്ടിൽ എങ്ങനെയാ ഇടേണ്ടതെന്ന് അവർ വരച്ചു തന്നിട്ടുണ്ടാവും പ്ലാൻ തരുമ്പോ. ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ഒരു സുന്നത്ത് നഷ്ടപ്പെടുമല്ലോ. ഇങ്ങനെ മരണത്തെ കുറിച്ചുള്ള ചിന്ത നിത്യ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പഴയ കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഏട് 15 വക, അതുപോലത്തെ ഏടുകൾ, അതിൽപ്പെട്ട പലതും നമ്മുടെ ഉമ്മമാര് ചൊല്ലും. കൂട്ടത്തിൽ കാണാം ഒരു ബൈത്ത് തഫക്കർതു. ആ 15 വക ഏട് മറിച്ചു നോക്കിയാൽ അതിൽ കാണാം ഇശാ മഗ്രിബിനിടയിൽ നമ്മളെ വീട്ടിലെ ഉമ്മമാർ, പഴയ വയസ്സന്മാര്, വയസ്സത്തിമാര്, ഉമ്മമാരൊക്കെ ചൊല്ലും. കാരണവന്മാർക്കൊക്കെ ചിലപ്പോൾ വയസ്സായ ആളുകൾക്ക് പ്രായം ചെന്നവർക്ക് ഓർമ്മ കാണും. തഫക്കർതു ഫീ ദംബി വഅസ്ഹർതു മുഖലതി എന്ന് പറയുന്നൊരു പദ്യം നോക്കണേ നിങ്ങൾ. പഴയ കാലത്തെ ആളുകൾ ചൊല്ലാനും ചിന്തിപ്പിക്കാനും വേണ്ടി, മരണത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ നിത്യം അവരത് ചൊല്ലും, അത് പതിവാക്കും. എന്താ അതിൽ പറയുന്നത്? വമല്ലി ഇദാ ശുദ്ദത് ഇലർ റഅസി ലഹിയതി, എന്റെ താടയെല്ലുകൾ
ഒരു തുണിക്കഷ്ണം എടുത്തുകൊണ്ട് അതിന്റെ താഴ്ഭാഗത്ത് കൂടി ആ തുണിക്കഷ്ണം വെച്ച് എന്റെ മൂർധാവിലേക്ക് ഇങ്ങോട്ട് പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആരുണ്ട്? എന്റെ രണ്ട് കണ്ണുകളും അടച്ചു പൂട്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുണ്ട്? തഫക്കർതു ലബൈത്താൻ, എന്റെ വസ്ത്രങ്ങൾ എന്റെ ശരീരത്തിൽ നിന്ന് ഊരി വലിച്ചെറിഞ്ഞു. ചിലപ്പോൾ കത്രിക കൊണ്ട് വെട്ടിയിട്ട് ശരീരത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളയും. ബ്ലൗസൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ചുരിദാറാണെങ്കിൽ ആ ചുരിദാർ വലിച്ചൂരിയെടുക്കാൻ പ്രയാസമുണ്ട്. കത്രിക കൊണ്ടുവന്നിട്ട് ആ പുത്തൻ ചുരിദാറാണെങ്കിലും ഒരു പക്ഷേ അതങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം. എന്റെ വസ്ത്രം ചുരുട്ടി ഒരു മൂലയിലേക്ക് എറിഞ്ഞു. ഞാൻ കിടന്നുറങ്ങുന്ന വീട്ടിൽ ഒരു ബൾബ് പ്രകാശിക്കാറുണ്ട്. നടന്നു പോകുന്ന ആളുകൾ, വാപ്പ അവിടെ ഉണ്ടോ, ഹാജിയാർ അവിടെ ഉണ്ടോ, ഉസ്താദ് വീട്ടിലുണ്ടോ എന്നതിന്റെ അടയാളം ഉസ്താദിന്റെ റൂമിൽ ലൈറ്റ് ഉണ്ട്, ഉസ്താദ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കലാണ്. ഇപ്പോൾ ആ വീട്ടിലെ ലൈറ്റ് അണഞ്ഞുപോയി. എന്റെ റൂമിലെ ലൈറ്റുകളും പ്രകാശങ്ങളും അണഞ്ഞുപോയി. എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഊരി ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞുപോയി. ഈ സമയത്ത് എനിക്ക് ആരുണ്ട്? നിത്യാദി ബൈത്തുകൾ ഇങ്ങനെ ചൊല്ലുന്നു, നിത്യം ചൊല്ലിയാണ് മഗ്‌രിബിന് ശേഷം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അത് 15 വക ഏടുകൾ കൊണ്ടുവന്നത്? ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയി എടുത്തു നോക്കൂ. ആ 15 വക ഏടുകളെ കൂട്ടത്തിൽ കാണാം തഫക്കർതു ബൈത്ത്. അതെന്തിനാ അതിൽ വന്നത്? അസ്മാഉൽ ഹുസ്ന ഉണ്ട്, നൂറുൽ ഈമാൻ ഉണ്ട്, സലാമത്തുൽ ഈമാൻ ഉണ്ട്, ഹദ്ദാദ് ഉണ്ട്, കൻജുൽ അർശ് ഉണ്ട്. ദുഃഖത്തിന്റെ കൂട്ടത്തിൽ ബദരിയത്തുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഈ ബൈത്തും ഉള്ളത്. പണ്ടത്തെ ആളുകൾ അത് ചൊല്ലി അവർ മരണത്തെ കുറിച്ച് ചിന്തിച്ചു. വഖൽഫി കരീമാതുൻ അലയ്യ ബവാകിയ وفيهن أمي أو شقيقي وعترتي ينادون خلف النعش من لا يجيبهم وقد كنت في الدنيا سريع الإجابة. കൂട്ടത്തിൽ കാണാം, അങ്ങനെ ഞാൻ മരിച്ചു കഴിഞ്ഞ് എന്നെ മയ്യത്ത് കുളിപ്പിക്കലും എന്നെ കഫൻ ചെയ്യലുമെല്ലാം കഴിഞ്ഞ് അതൊക്കെ വളരെ ഹൃദ്യമായ രൂപത്തിൽ, ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന രൂപത്തിൽ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുളിക്കുന്ന സമയത്ത് എന്റെ ബാത്റൂമിനുള്ളിൽ ഞാൻ ഒറ്റക്ക് കുളിക്കുകയാണെങ്കിലും മുഴുവനും വസ്ത്രം അഴിച്ചിട്ട് കുളിക്കരുത് എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമായ രൂപത്തിൽ കുളി അവരത്ത് മറച്ചു കുളിക്കലാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുഴുവനും അഴിച്ചിട്ട് കുളിക്കരുത്. ഒറ്റക്കൊരു ബാത്റൂമിന്റെ ഉള്ളിലാണെങ്കിൽ പോലും കുളിക്കരുത്. ഒരു തോർത്തുമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു തോർത്തുമുണ്ടും ധരിച്ച് കുളിക്കണം. വെന്റിലേറ്ററിന്റെ മുകളിൽ കൂടി മൊബൈൽ ക്യാമറയുടെ ലെൻസ് വെച്ച് ഞാൻ കുളിക്കുന്ന രംഗം ഒരാൾ ക്യാമറയിൽ പകർത്തിയത് ഞാൻ അറിഞ്ഞാൽ അവനെ എന്റെ കയ്യിൽ കിട്ടിയാൽ വിടുമോ? ഞാൻ നഗ്നമായി കുളിക്കുന്ന രംഗം, ഞാൻ ബാത്റൂമിൽ ഇരുന്ന് മൂത്രമൊഴിക്കുന്നത് മറ്റൊരാൾ കണ്ടാൽ ഞാൻ അവരെ വെറുതെ വിടുമോ? അല്ലെങ്കിൽ വിസർജിക്കുന്നത് കതകിന്റെ ലോക്കിന്റെ പഴുതിൽ കൂടി നോക്കിയിട്ട് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഒരിക്കലും ഇഷ്ടപ്പെടുമോ? ഒരാണോ പെണ്ണോ ആരെങ്കിലും ക്യാമറയിൽ പകർത്തിയാൽ? അതേ സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ തഫക്കർതുവിൽ പറയാണതൊക്കെ. ഞാനത് സമയം ദീർഘിക്കുന്നു വിചാരിച്ച് വിശാലമായി പറയാതിരുന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ വേണ്ടി കിടത്തുന്ന സമയത്ത് മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി കിടത്തി. ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു. പരിപൂർണ നഗ്നമാക്കാൻ പാടില്ല. മയ്യത്തിന്റെ നഗ്നതയിലേക്കും അഴുറത്തിലേക്കും നോക്കാനും പാടില്ല. തെറ്റാണത്. മയ്യത്തിന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒന്ന് ഇട്ടുകൊണ്ടേ പാടുള്ളൂ. ഒന്നെങ്കിൽ ഒരു നീളം കുപ്പായം അതിന്റെ ഉള്ളിലൂടെ കൈയിട്ടിട്ട് കുളിപ്പിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തിന്റെ മുകളിൽ ഒരു തുണിയെങ്കിലും ഇടണം. അങ്ങനെയാ കുളിപ്പിക്കുക. എന്തോ ആവട്ടെ, മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ കിടത്തിയാൽ ആദ്യം ചെയ്യുന്ന പണി എന്താണെന്നറിയോ? എല്ലാവർക്കും അറിയും, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരുണ്ടാവും ഈ കൂട്ടത്തിൽ.
ആ മയ്യത്തിന് നമ്മളെ മരിച്ചാൽ നമ്മളെ എന്ത് ചെയ്യും? തല എങ്ങനെ പൊക്കി പിടിക്കും. തല പൊക്കി പിടിച്ചിട്ട് ആ കുളിപ്പിക്കുന്ന ആളൊന്ന് കാല് കയറ്റി വെക്കും ആ മേശന്റെ മുകളിലേക്ക്. ആ കാലിലേക്ക് ആ മയ്യത്തിന്റെ പുറഭാഗം തട്ടുന്ന വിധത്തിൽ ചാരി ഇരുത്തിയിട്ട് വലത്തെ കൈകൊണ്ട് ആ മയ്യത്തിന്റെ തലക്ക് പെരടിക്കൊന്ന് താങ്ങി നിർത്തും. അപ്പൊ പെരടി ഇങ്ങനെ താങ്ങിയിട്ടുണ്ട്. കാൽ മുട്ടുകൊണ്ട് ആ മയ്യത്തിന്റെ പുറഭാഗത്ത് താങ്ങ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെരിച്ച് ഇരുത്തിയിട്ടുണ്ട്. ചാരുകസാരയിൽ ഇരിക്കും പോലെ കിടക്കുന്ന മയ്യത്തിനെ ഏകദേശം ഒന്ന് ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? വയറിന്റെ മുകളിൽ ഇങ്ങനെ അമർത്തിയിട്ട് 2-3 തവണ തടകും. ഒന്ന് അമർത്തി തടകും. എന്തിനു വേണ്ടി? വയറ്റിനുള്ളിൽ കെട്ടി നിൽക്കുന്ന മലമുണ്ടെങ്കിൽ പുറത്തു വരട്ടെ. അപ്പോൾ ഈ കട്ടിലിന്റെ മറുവശത്തുള്ള ആൾ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് ഔറത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. വല്ല മലവും പുറത്തു വന്നാൽ അതങ്ങോട്ട് ഒഴുക്കിക്കളയാൻ. ജീവിച്ചിരിപ്പുള്ള കാലത്ത് നമ്മൾ സമ്മതിക്കുമോ? ഞാൻ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ മൂത്ര വിസർജിക്കുന്നതെങ്ങാനും ആരെങ്കിലും നോക്കുകയോ പകർത്തുകയോ ചെയ്താൽ വെറുതെ വിടുമോ? ചലനമറ്റ് കിടന്നു കൊടുക്കുകയാണ്, കുളിപ്പിക്കാൻ കിടന്നു കൊടുക്കുകയാണ്. അങ്ങനത്തെ ഒരു രംഗം എനിക്ക് വരാനുണ്ട്. ആ സമയത്ത് എനിക്ക് തുണയായി ആരുണ്ട്? തഫക്കർത്തുൽ പറയും. പണ്ടത്തെ വാപ്പമാര്, ഉമ്മമാര്, കാരണവന്മാര് മഗ്‌രിബിന് ശേഷം പള്ളിയിലും വീട്ടിലും ഇരുന്നിട്ട് ചൊല്ലി മരണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അല്ലാഹും റസൂലും മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ ചില ക്രമങ്ങൾ പഠിപ്പിച്ചു. മഹാന്മാരായ സ്വാലിഹീങ്ങൾ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തി സംഭവിക്കാൻ പോകുന്ന ഓരോ രംഗങ്ങളും മനസ്സിനെങ്ങനെ സ്വാധീനിപ്പിച്ചു. അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. പിന്നെ പറയുന്നു, ആ മനുഷ്യനെ കുളിപ്പിച്ചു, വസ്ത്രം ധരിപ്പിച്ച്, പ്രത്യേകം കഫൻ പുടയൊക്കെ മാറ്റിയിട്ട് കട്ടിലിന്റെ മുകളിലേക്ക് എടുത്തു വെച്ച് ഫാത്തിഹയും യാസീനും ഓതി ദുആയൊക്കെ കഴിഞ്ഞ് ആളുകൾ ആ കട്ടിലും എടുത്തുകൊണ്ടങ്ങ് പോവാൻ. ഞാൻ പോവാൻ, എന്റെ വീട്ടിൽ നിന്ന് എന്നെ ചുമന്നു കൊണ്ടുപോവാൻ. ആ ചുരുട്ടിക്കൂട്ടിയ പായയുടെ ഉള്ളിൽ നിന്ന് വെളുത്ത ആ ഒരു കെട്ട് മാത്രം നോക്കിക്കൊണ്ട് ആ വീട്ടിൽ കൂടിയ ആളുകൾ ينادون خلف النعش من لا يجيبهم وقد كنت في الدنيا سريع الإجابة. പോകുന്ന സമയത്ത് ഉപ്പാ എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കൈവിരലിൽ പിടിച്ചു തൂങ്ങി കരയുന്ന കുഞ്ഞി മക്കളുണ്ട്. ഉമ്മ കരയുന്നു, മോനെ. വാപ്പ കരയുന്നു, പോയല്ലടാ മോനെ. എന്നെ കൊണ്ടുപോയി ആക്കിയിട്ട് പോകുന്ന ഞാൻ വിചാരിച്ചത്, നീ നേരത്തെ പോയല്ലോ. ഉമ്മ പറയുന്നു, നീയാണ് എന്നെ കൊണ്ടുപോയി ആക്കാനുള്ളത്, നീ പോയില്ലേ മോനെ. എല്ലാവർക്കും കരച്ചിൽ. മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിമക്കൾ ഉമ്മാന്റെ കൈവിരലിൽ പിടിച്ചു തൂങ്ങിയ തീമക്കളായി മാറിയിരിക്കുകയാണ്. ആരോ ഏറ്റെടുത്ത് നോക്കണമെനി, ആരിൽ നിന്നോ കിട്ടുന്ന പിരിവ് കൊണ്ട് ജീവിക്കണം ആ കുടുംബം. താങ്ങും തണലുമായ വാപ്പ പോവുകയാണ്. മക്കള് വിളിച്ചു, ഉപ്പാ. ഈ മനുഷ്യൻ പറയും, എന്റെ ജീവിതകാലത്ത് ഞാൻ പുറത്തോട്ട് പോരുമ്പോ എന്റെ മക്കൾ, ഉപ്പാ നിങ്ങൾ എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചാൽ തിരിഞ്ഞു നിന്ന് ഞാൻ അവരോട് മറുപടി പറഞ്ഞിട്ടേ പോകൂ. എന്റെ ഭാര്യ എന്നോട് ചോദിക്കും, എന്റെ മക്കൾ എന്നോട് ചോദിക്കും, എന്റെ ഉമ്മ ചോദിക്കും, മോനെ നീ എപ്പോഴാ വരിക? എന്താ ഉമ്മ വേണ്ടത്? മരുന്ന് കൊണ്ടുവരാനാണോ? ഉമ്മാന്റെ ആവശ്യം ഞാൻ നിറവേറ്റി കൊടുക്കും. വാപ്പ ചോദിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. എല്ലാരും ചോദ്യത്തിനും മറുപടി പറയും. എന്റെ ഭാര്യയും ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് നൽകുന്ന ചില കമന്റുകളുണ്ട്, ഞാൻ അതിന് മറുപടി നൽകും. ഇപ്പോൾ ഒരു ഉത്തരവുമില്ല, ഒന്നും പറയില്ല, കിടന്ന് മിണ്ടാതെ പോവാണ്. ഞാൻ ദുന്യാവിൽ പെട്ടെന്ന് മറുപടി കൊടുത്തിരുന്ന ആളാ, പക്ഷെ ഇപ്പൊ ഒരു മറുപടിയില്ല. ഞാൻ പോവാണ്, മിണ്ടാതെ പോവാണ്. ഇങ്ങനത്തെ ഒരു രംഗം എനിക്ക് വരാനുണ്ട്. ആരുണ്ട് എനിക്ക്? ആ സന്ദർഭത്തിൽ എനിക്ക് ആരുണ്ട്?
എന്നെ കൊണ്ടുപോയി പള്ളിയിൽ നിസ്കരിക്കുന്നു, എന്നെ ഖബറിൽ വെക്കുന്നു, മണ്ണിട്ട് മൂടുന്നു, എനിക്ക് ആരുണ്ട്? ഇതാണ് തഫക്കർതു. ആ തഫക്കർതുവിന് മുഹമ്മദ് എഴുതിയ പലരുമുണ്ട്. അതിനെ പഞ്ചവൽക്കരിച്ചവർ ഒരു വരിക്ക് 4 വരിയും കൂടി കൂട്ടിച്ചേർത്തിട്ട് പഞ്ചവൽക്കരിച്ച അനവധി പണ്ഡിതന്മാരുണ്ട്. ഒന്നൊന്നുമില്ല, അത്ര ബലപ്പെട്ട, അത്ര മനസ്സിനെ സ്വാധീനിച്ചൊരു പദ്യമാണത്. കഴിഞ്ഞ കാലത്ത് കാരണവന്മാർ ചൊല്ലിയിരുന്നത് മരണത്തെ ഓർക്കാൻ വേണ്ടിയാണ്. ഓരോ രംഗങ്ങളും അതിലെടുത്തു പറയണം. അവർക്ക് നിത്യം ചൊല്ലിയാലും ചൊല്ലി 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 മടുക്കാറില്ല. അവരെ ഇതാണ് മരണത്തെക്കുറിച്ചുള്ള ചിന്തയും ഓർമ്മയും കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായത് കൊണ്ട് നിസ്കാരം ഖളാക്കുന്നവരില്ല, നോമ്പ് നോൽക്കാത്തവരില്ല, കള്ളുഷാപ്പിൽ അല്ലെങ്കിൽ തമ്മാടിത്തരത്തിൽ മുസ്ലിം പ്രാതിനിധ്യമില്ല, തമ്മാടിത്തരത്തിൽ മുസ്ലിം ശതമാനം കുറവാണ്. ഇന്ന് മരിക്കുമെന്ന ഒരു ചിന്തയേ ഇല്ല, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിനെ കുറിച്ചുള്ള ചിന്തയേ ഇല്ല. ഇതാണ് തഫക്കുറു സഅത്തിൻ തഫക്കുറു നിസ്ഫി സഅത്തിൻ ഖൈറുൻ മിൻ അൽഫി റക്അ. അരമണിക്കൂർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അരമണിക്കൂർ ഞാൻ മരിക്കുമല്ലോ എന്ന് ചിന്തിക്കുക. ഈ തഫക്കർതു എന്നുള്ള ബെയ്ത്ത് അരമണിക്കൂർ ചൊല്ലിയാൽ മതി. അതിൽ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതൊരു മനുഷ്യൻ മനസ്സിരുത്തി ആ ബെയ്ത്തൊന്ന് ചൊല്ലിയാൽ തന്നെ അതൊന്നും വേണ്ട, ഞാൻ മരിച്ചു പോകാനുള്ളവനാണല്ലോ റബ്ബേ, എന്റെ മരണം എന്നിൽ സംഭവിക്കുമല്ലോ, മരിച്ചു കഴിഞ്ഞാൽ വേറൊരു ലോകമുണ്ടല്ലോ എന്ന് ഒരു മനുഷ്യൻ അരമണിക്കൂർ സമയം ചിന്തിക്കുന്നു എങ്കിൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ്. എത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമാണ് മരണത്തെക്കുറിച്ചുള്ള ചിന്ത. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന ആത്മീയ അഭിവൃദ്ധിയേക്കാൾ അരമണിക്കൂർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അത്രയും മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ ഉണ്ടാവേണ്ട അത്യാവശ്യ കാലഘട്ടമാണിത്. കഴിഞ്ഞ കാലഘട്ടത്തെക്കാൾ എപ്പോഴാ മരിക്കുക? മരണത്തിന് പ്രായമില്ലല്ലോ. കുഞ്ഞാകുമ്പോൾ മരിക്കും. മരണത്തിന് വയസ്സില്ല. ഒരു മനുഷ്യന്റെ മരണം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മൾ മരിക്കുക? അതിന് ആയുസ്സും കണക്കൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു സൂചന തന്നിട്ടുണ്ട്. എത്ര? അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ സമുദായത്തിന്റെ വയസ്സ് 60-ന്റെ 70-ന്റെ ഇടയിലാണ്. വളരെ തുച്ഛം ആളുകൾ 70-നപ്പുറത്ത് ജീവിക്കും. വളരെ കുറഞ്ഞ ആളുകൾ 60-ന് മുമ്പ് മരിക്കും. ബഹുഭൂരിഭാഗം ആളുകളും 60-70-ന്റെ ഇടയിൽ മരിക്കും. നബി തങ്ങൾ വഫാത്തായത് 63 വയസ്സ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത് 63 വയസ്സ്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായത് 63 വയസ്സ്. പ്രധാനികളൊക്കെ നോക്കൂ നിങ്ങൾ, അങ്ങനെയാ കുറഞ്ഞ വയസ്സ് 60-70-ന്റെ ഇടയിൽ മരിക്കും. ഇപ്പൊ ഒരു 60 വയസ്സായ ഒരാൾ മനസ്സിലാക്കണം, മരണത്തിന് നബി തങ്ങൾ പറഞ്ഞ വയസ്സിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട്. ഈ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എന്റെ മരണം സംഭവിക്കാം. അത് നബി തങ്ങൾ പറഞ്ഞ സൂചനയാണ്, പ്രതീക്ഷിക്കാൻ പറഞ്ഞ സൂചനയാണ്. 60 കഴിഞ്ഞാൽ മരണം പ്രതീക്ഷിക്കാൻ. എന്നും പ്രതീക്ഷിക്കണം, വയസ്സില്ല. പക്ഷേ കൂടുതൽ 60-70-ന്റെ ഇടയിലാണ്. 70 കഴിഞ്ഞാൽ ഉറപ്പല്ലേ എപ്പോഴെങ്കിലും ഇത് സംഭവിക്കും. അത് സംഭവിക്കുമ്പോൾ നല്ല നിലയിൽ മരിച്ചു പോകാൻ കഴിയണം. അതിനെന്താണ്? ഈ മരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. ഒരുപാട് കടമ്പകളും ഭീകരതകളും കടന്നു പോകാനുള്ളതാണ്. പക്ഷെ മരിക്കുമ്പോ വേണ്ടത് ഈമാനോടുകൂടി മരിച്ചു കിട്ടിയാൽ ബാക്കിയെല്ലാം സുഖമാണ്. എങ്ങനെ ഈമാനോടുകൂടി മരിച്ചു കിട്ടുക? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കിട്ടിയാൽ വളരെ നല്ലത്, ഏറ്റവും നല്ലത്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഖബറിന്റെ വിഷമം അറിയണ്ട, മഹ്ശറിന്റെ ബുദ്ധിമുട്ടുകൾ അറിയണ്ട, നേരെ സ്വർഗ്ഗത്തിലേക്ക്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഓൻ സ്വർഗ്ഗത്തിൽ കാണും. പിന്നെ ആ ഒരു അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കിട്ടണം.
അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് നമ്മൾ കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ ഈമാൻ ഇല്ലാതെ മരിച്ചോന്നൊന്നും പറയരുത്. ഈമാൻ ഖൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിഷയമാണ്, നമുക്ക് കാണാൻ കഴിയൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്, സ്ഥാനമുണ്ട്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ ചൊല്ലുന്നത് കേട്ടില്ലെന്ന് വിചാരിച്ച് ഒരാൾ മരിക്കുന്നിടത്ത് നമ്മൾ നോക്കി നിൽക്കുകയാണ്. അയാൾ മരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് കേട്ടില്ല, മരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് ബോധം കെട്ടുപോയതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അയാൾ പറഞ്ഞിട്ട് പിന്നെ മിണ്ടിയിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടാ മരിക്കണത്, എന്നാലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ ആക്സിഡന്റ് പറ്റിയ സമയത്ത് അങ്ങ് ചൊല്ലിപ്പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അയാൾക്ക് ബോധമുണ്ടായിട്ടില്ല. കിടത്തം 1 വർഷം കിടന്നു. 1 വർഷം കഴിഞ്ഞിട്ടാ മരിക്കണത്. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അതിനേശം അയാൾ മിണ്ടിയിട്ടില്ലല്ലോ. നല്ലതാണ്, അതിന് കാലാവധിയൊന്നുമില്ല. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊരാൾ പറഞ്ഞില്ല എന്ന് വെക്കുക. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും പറഞ്ഞില്ല, അയാൾ മരിച്ചു. എന്നാ ഈമാൻ ഇല്ലാതെ മരിച്ചു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഈമാൻ ഖൽബിൽ കിടക്കുന്ന വിഷയമാണ്. അത് നമുക്ക് കണ്ടെത്താൻ കഴിയൂല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അയാൾ മുഅ്മിനല്ല, ഈമാൻ കിട്ടാതെ മരിച്ചു എന്നൊരിക്കലും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകമായ പദവി അദ്ദേഹത്തിന് ഇല്ല എന്നേ ഉള്ളൂ. അദ്ദേഹവും മുഅ്മിനാണ്, ഈമാനോടെ ആയിരിക്കും മരിക്കണത്. ഈമാൻ നഷ്ടപ്പെട്ട് മരിക്കുന്ന ചില ആളുകളുണ്ട്. ഈമാൻ നഷ്ടപ്പെട്ട് മരിക്കുന്ന ആളുകൾ, സമയം ദീർഘിക്കുന്നത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, നിർത്തുകയാണ്. നമ്മുടെ സമയത്തിന്റെ പരിധിയായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഈ വിഷയം ഏറ്റവും ചുരുങ്ങിയത്, ഞാൻ ഈ വിഷയം പറയണമെങ്കിൽ എനിക്ക് 5 മണിക്കൂർ വേണം. നിങ്ങൾ 5 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഈ ഇരുത്തം സുബ്ഹി വരെ ഈ വിഷയത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ തന്നെ പറയാം. എവിടെ എത്തിക്കാൻ കഴിയൂല ഈ വിഷയം. മരണത്തെ ഓർക്കുക എന്ന വിഷയത്തിൽ മാത്രം ഡസൻ കണക്കിന് കിതാബ്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു തദ്കിറത്ത് എന്ന് പറഞ്ഞിട്ടാണ് മരണസ്മരണ. അതുപോലെ ഒരു ഖുർത്തുബി ഇമാമിന് തദ്കിറത്തുണ്ട്, മരണസ്മരണ. എത്ര ആളുകളാണ് ഈ വിഷയത്തിൽ ഗ്രന്ഥം രചിച്ചത്. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോഴാണ് അതിൽ ഗ്രന്ഥം രചിക്കാൻ മാത്രം അത് വിശാലമാണ്, ഗഹനമാണ്, ഗൗരവമാണ്. അപ്പൊ നമ്മൾ ഇനി മരണത്തെക്കുറിച്ച് പറയുമ്പോൾ എത്രയോ വിഷയങ്ങൾ ഞാൻ ഇതിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ടുണ്ട്. പറയാൻ ആ വിഷയം ഒന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഞാൻ ആകെ നിങ്ങളോട് ലാസ്റ്റ് നിർത്താൻ പോകുന്ന ഒരു സൂചിപ്പിക്കുന്നത്, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം. എന്തെങ്കിലേ ദുന്യാവിൽ ജീവിച്ചിട്ട് പോകാനുള്ള പരലോകത്ത് വല്ല രക്ഷയും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഈമാനില്ലാതെ മരണപ്പെട്ടാൽ കാലാകാലം നരകത്തിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കാലാകാലം നരകത്തിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ചൂട് 1 സെക്കൻഡ് താങ്ങാൻ നമുക്കാകില്ല കേട്ടോ. എന്താ നരകത്തിന്റെ ചൂട്? നരകത്തിന്റെ ചൂടെന്ന് പറഞ്ഞാൽ ദുന്യാവിലെ ചൂടിന്റെ 80 ഇരട്ടി ശക്തി കൂടുതലാണ്. 80 ഇരട്ടി എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ചൂട് എങ്ങനെയാണ്? ദുന്യാവിലെ ചൂട് തന്നെ പലതാണ്. അടുപ്പിന്റെ മുകളിൽ പാത്രം വെച്ച് കത്തിക്കും, താഴെ അടുപ്പ് വിറകും കൊള്ളി വെച്ച് കത്തിക്കുമ്പോ ആ പാത്രം ചൂട് പിടിച്ചിട്ട് ആ വെള്ളം കളകളാ തിളച്ചു മറിയുമല്ലോ. അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കും, ചായ ഉണ്ടാക്കും ഉമ്മമാര്. ആ വെള്ളത്തിന്റെ ചൂട് എത്ര ഡിഗ്രിയാ? 80 ഡിഗ്രി ചൂട്. ആ താഴെ കത്തുന്ന വിറക് 100 ഡിഗ്രി ചൂടിൽ കത്തുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്ക്. അതിലേക്കൊരു 10 മിനിറ്റ് നമ്മുടെ കൈയൊന്ന് വെച്ച് കൊടുക്കാനാകുമോ? ആ തിളച്ചു മറിയുന്ന 100 ഡിഗ്രി ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മുടെ കൈയൊന്ന് വെക്കാവോ? സാധ്യമല്ല, സഹിക്കാൻ പറ്റില്ല. 5 മിനിറ്റ് പോയിട്ട് 1 മിനിറ്റ് പോലും സാധ്യമല്ല. ഇത് അടുപ്പിന്റെ മുകളിൽ വെച്ച് കത്തിക്കുന്ന തീയിന്റെയും വെള്ളത്തിന്റെയും ചൂടല്ല. ഈ ഇലക്ട്രിക്കിന് കുത്തിയിട്ട് കരണ്ടിന് കുത്തുന്ന കെറ്റിലിൽ ചൂടാക്കുന്ന വെള്ളത്തിന് ചൂടിന്റെ ഡിഗ്രി കൂടുതലാണ്. സ്ത്രീകളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, രണ്ടിന്റെയും ചൂട് 2 തരമാണ്. കെറ്റിൽ ചൂടാക്കിയ വെള്ളത്തിലേക്ക് നമ്മുടെ കൈയൊന്ന് വെക്കാമോ? സാധ്യമല്ല. ചൂട് കൂടുതൽ ഇനിയുമുണ്ട്.
ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ലേ, മനുഷ്യനിർമ്മിതമാണ്. ഈ ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിക്കണമെങ്കിൽ 100 ഡിഗ്രി ചൂട് അടിയിൽ കിട്ടിയത് കൊണ്ട് ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിക്കില്ല. 500 ഡിഗ്രി ചൂട് കിട്ടിയത് കൊണ്ട് പൊട്ടിത്തെറിക്കില്ല. 1000 ഡിഗ്രി ചൂട് അതിന്റെ താഴെ കിട്ടിയാലും ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിക്കില്ല. 3000 ഡിഗ്രി ചൂട് ഹൈഡ്രജൻ ബോംബിന്റെ താഴെ കിട്ടിയാൽ ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിക്കും. അപ്പൊ 3000 ഡിഗ്രി ചൂടൊന്ന് സങ്കല്പിച്ചു നോക്കി. നരകത്തിലെ തീയന്റെ ചൂട് 80 ഡിഗ്രി, ദുനിയാവിലെ 80 ഡിഗ്രി ചൂടിന്റെ ഇരട്ടിയാണ്, 80 ഇരട്ടിയാണ്. ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിക്കുന്ന 3000 ഡിഗ്രിയുടെ 80 ഇരട്ടിയോ, ചായ ഉണ്ടാക്കുന്ന 100 ഡിഗ്രി ചൂടിന്റെ 80 ഇരട്ടിയോ? ദുനിയാവിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച തീയിന്റെ ചൂടിൽ ഏറ്റവും ടോപ്പ് ചൂട് ഏതോ അതിന്റെ 50 ഇരട്ടിയാണ് നരകത്തിലെ ചൂട്. ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ അത് പൊട്ടിത്തെറിക്കുന്നിടത്തുനിന്ന് രക്ഷപ്പെട്ട് ഓടിക്കളിച്ച് നമ്മുടെ നാട്ടിൽ വന്നു. 3000 ഡിഗ്രി ചൂടിൽ നിന്നാണ് അയാൾ ഓടി രക്ഷപ്പെട്ട് നമ്മുടെ നാട്ടിൽ വരുന്നത്. വന്നു നോക്കുമ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ചെറുപ്പക്കാരെല്ലാം പുറത്തോട്ടിറങ്ങി. അവിടെ കിടക്കുന്ന വേസ്റ്റുകളെല്ലാം അടിച്ചു കൂട്ടിയിട്ട് അതിന് തീയിട്ടുകൊണ്ട് അതിന് ചൂടാക്കിക്കൊണ്ട് ഇങ്ങനെ തീക്കായുകയാണ്. നല്ല മകരമാസം, തണുപ്പുള്ള മാസമാണ്. അതിന്റെ താഴെ അതിന്റെ അടുത്ത് പോയിരുന്നിട്ട് ആ തണുപ്പ് ഇങ്ങനെ ചൂട് ആസ്വദിച്ച് സുഖിച്ചിരിക്കുക. ഇവൻ വന്നിട്ട് നേരെ ആ കുട്ടികൾ ഇങ്ങനെ പുതപ്പും പൊതച്ചിട്ട് ഇങ്ങനെ ചൂട് ഇങ്ങനെ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ വന്നിട്ട് ആ തീയിലേക്ക് അങ്ങ് കയറി കിടക്കും, പുതച്ചു മൂടിയ. എടാ തീയല്ലടാ, അത് തീയല്ലേ, ചൂടല്ലേ. ഇവനെന്ത് ചൂട്? 3000 ഡിഗ്രി ചൂടെന്ന് വരുന്ന അവനെന്ത് 100 ഡിഗ്രി ചൂട്? നരകത്തിലെ തീയിൽ നിന്ന് ഒരു മനുഷ്യനെ എടുത്ത് ദുനിയാവിലെ തീയിലേക്ക് വലിച്ചെറിഞ്ഞാൽ ദുനിയാവിലെ തീയിന്റെ സുഖം കൊണ്ടവൻ ഉറങ്ങിപ്പോകും. നബിയുനാ റസൂലുള്ളാഹി. ആ നരകത്തിന്റെ തീയിൽ എത്ര കാലം കിടക്കണം? ഫിനിഷിംഗ് ഡേറ്റ് ഒന്നും അറിഞ്ഞൂടാ. എത്ര കാലം കിടക്കണം? അല്ലാഹു അലം. ഇത്ര കാലം എന്നൊന്നും അറിഞ്ഞൂടാ. അല്ലാഹു കണക്കാക്കിയ കാലം. അത് മോമിനാണെങ്കിൽ തെറ്റ് ചെയ്തതിന്റെ ശിക്ഷ കരിച്ചു കളയുന്നത് വരെ. തമ്മാടി ഈമാനില്ലെങ്കിലോ, ഈമാൻ നഷ്ടപ്പെട്ട് മരിച്ചാലോ അള്ളാഹുവിന്റെ സൽത്തനത്ത് എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം. അള്ളാഹു മരിക്കില്ല, അള്ളാഹു നശിക്കില്ല. അതുകൊണ്ട് തന്നെ നരകത്തിൽ ശാശ്വതമാണ്. ഈ അദാബാണ് ഈമാൻ കിട്ടാതെ മരിച്ചാൽ ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ എന്റെ ഈമാൻ നഷ്ടപ്പെടുമോ, എന്റെ ഈമാനിന് വല്ല കേടും പറ്റുമോ എന്ന് പേടിച്ച് 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 കരഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഒലിച്ചിട്ട് കവിൾത്തടത്തിൽ ഖത്താനി അസ്വദാനി മിനദ്ദുമൂഅ, കവിൾത്തടത്തിൽ കറുത്ത 2 വരകൾ കാണുമായിരുന്നു. ഈമാൻ കിട്ടാതെ മരിച്ചു പോവോന്ന് പേടിച്ചു. ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? പിശാച്. ഉമർ റളിയല്ലാഹു അൻഹു മൻ സലക തരീഖൻ യസ്ലുകു ഫീഹി ഉമർ മൻ സലക തരീഖൻ ഇദാ സലകത ഫജ്ജൻ യസ്ലുകു ശൈത്താനു ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ. നബിയുനാ റസൂലുള്ളാഹി. ഉമറേ, താങ്കൾ ഒരു വഴിക്ക് പ്രവേശിച്ചാൽ ആ വഴിക്ക് പിശാച് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഉമർ ഈ വഴിക്ക് കേറിയാൽ നിന്നെ പേടിച്ചിട്ട് വേറെ വഴിക്ക് ഓടും. നിന്നെ പേടിച്ചിട്ട് പിശാച് പോലും കൂടി വിളിക്കും എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞെങ്കിൽ നമ്മളെ സംബന്ധിച്ചോ ഇന്ന ശൈത്താന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി, മനുഷ്യ ശരീരത്തിൽ രക്തസഞ്ചാരമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും പിശാചിന് ആധിപത്യമാണ്. അവൻ ഊട്ടപ്പെട്ടിരിക്കുകയാണ്. സൽത്തനത്തിന്റെ അവന് നമ്മളെ ശരീരത്തിൽ നടക്കുകയാണ്, സഞ്ചരിക്കുകയാണ്. അത്രയും കയറി മറിയാൻ സ്വാധീനമുള്ള അവൻ മരണത്തിന്റെ സമയത്ത് നമ്മൾ ഈമാൻ പോക്കറ്റ് അടിച്ചാൽ പേടിക്കേണ്ടതല്ലേ? മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത് എന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത്. ബാക്കി എന്തും നമുക്ക് മാറ്റിവെക്കാം. മരണം മാറ്റിവെക്കാൻ പറ്റില്ല. ഈമാൻ ആ സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്നതും ഈമാൻ നഷ്ടപ്പെടുന്നതും അനവധി പ്രവർത്തികൾ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അനവധി പ്രവർത്തികൾ
എന്തൊക്കെയാണത്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ 12 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അസ്ബാബു സൂഇൽ ഖാത്തിമ. ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞത് അൽ ബിദ്അത്തു എന്നാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ ഒന്നാമത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അൽ ബിദ്അത്തു. ബിദ്അത്ത് സംഭവിച്ചാൽ ഈമാനില്ലാതെ മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇബ്ലീസിന് പെട്ടെന്ന് അവരെ പറ്റിക്കാൻ പറ്റും. ഇബ്ലീസ് അവരെ വഴിവഴപ്പിക്കും. ഫലഉഗ്ദിയന്നഹും അജ്മഈൻ, സർവണ്ണത്തിന് ഞാൻ പഴപ്പിക്കും പറഞ്ഞ ഇബ്ലീസില്ലേ, മരിക്കുന്ന സമയത്ത് വന്നിട്ട് നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്തിയിട്ടേ അവൻ പോകൂ. എത്രയോ സംഭവങ്ങൾ ചരിത്രങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഒന്ന് ബിദ്അത്തിൽ പോയി പെടുന്നത് സൂക്ഷിക്കണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച വരുന്നത്, എന്തെങ്കിലും വകുപ്പ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ, നിസ്കാരം ഖളാ ആക്കുന്നതിനൊരു ഭയമില്ലാതിരിക്കുക, നിസ്കാരത്തിൽ ഒരു അശ്രദ്ധ, അതെങ്ങനെങ്കിലൊക്കെ ചെയ്തു കൂട്ടുക. ഇങ്ങനത്തെ ആളുകൾ മരിക്കുന്ന സമയം ഈമാൻ നഷ്ടപ്പെടുന്നത് സാഹചര്യം വളരെ കൂടുതലാണ്. ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുക, ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിച്ച ആളുകൾക്ക് ഈമാൻ നഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് വഅദ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നെങ്ങാനും ബാങ്ക് വിളിക്കുക, നമ്മളെ വഅദ് നിർത്തും. എന്നിട്ട് വാഴെഴുന്നിട്ട് ഇങ്ങനെ സ്വകാര്യം പറയും. നമ്മളെ വഅദ് പറയുമ്പോൾ നമ്മളെ നരകത്ത് പോകുന്നവന് ഭയങ്കര പേടിയാണ്. അയാൾ എവിടെ പോയാലും കുഴപ്പമില്ല, വേറൊരാളെ നരകത്തേക്ക് പോകാൻ നമ്മൾ സമ്മതിക്കൂല. നമ്മളെവിടെ പോയാലും കുഴപ്പമില്ല. ഇതല്ലാതെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മറ്റൊരാളെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉസ്താദിനെ നിർത്തിച്ചല്ലാതെ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആരാ മിണ്ടാതെ മിണ്ടാതെ നിന്നിട്ട് പിന്നത്തെ പണി എന്തേ കാര്യം സ്വകാര്യം പറച്ചിലായിരിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ വിളിച്ചിട്ടെങ്കിലും സ്വകാര്യം പറയും. ഖുർആൻ ഓതുന്നതിനിടയിൽ സംസാരിച്ചാൽ ഈമാൻ കിട്ടാതെ മരിക്കും. അൽ ഇഅ്ലാം ബിഖവാത്തിഇൽ ഇസ്ലാം ഇബ്നു എന്നൊരു കിതാബുണ്ട്, അതിൽ കാണാം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വർത്താനം പറയാം, ബാങ്ക് വിളിക്കുമ്പോൾ വർത്താനം പറയാം. ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവസാനം ഈമാനില്ലാതെ മരിച്ചു പോകും. ഈമാനില്ലാതെ മരിച്ചാൽ കാലാകാലം കാലാകാലം നരകത്തിൽ കടന്ന് കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ വിഷയം കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി ഈമാൻ കിട്ടാതെ മരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടി ഇന്നിപ്പോ ബിദ്അത്ത് ആർക്കും ഒരു പ്രശ്നമൊന്നുമല്ല. മുബ്തദിയായി പോവുക, വഹാബി ആകുക, മുജാഹിദാകുക, ജമാഅത്താകുക, തബ്ലീഗുകാരനാകുക, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന്. ഈ മക്കൾ അങ്ങനെ ആയിപ്പോയാലും ബാപ്പാക്ക് വലിയ ബേജാറുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടുണ്ടാകുന്ന നാശം അത് ആ ബാഹ്യമായ ചൊർക്കയുള്ളൂ. ആന്തരികമായി അത് മുഴുവനും ബെഞ്ചതിൽ നിന്ന് നശിച്ചു പോയിട്ടുണ്ട്. ഖൽബ് മുഴുവനും ഈമാനും ഹൃദയവും ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഇതിൽ പെട്ടുപോകുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം അൽ ബിദ്അത്തു എന്ന് പറഞ്ഞിട്ട് ഗസാലിമാമ പറഞ്ഞത് യുഖ്ശാ അലൈഹി സൂഉൽ ഖാത്തിമ, അവസാനം ഈമാൻ കിട്ടാതെ മരിച്ചു പോകും എന്ന് പേടിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നമ്മുടെ മഹാന്മാരായ സ്വാലിഹീങ്ങൾ മുഴുവനും സ്വഹാബത്ത് മുഴുവനും മഹാന്മാരൊക്കെ പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടൂലേ എന്ന് പേടിച്ച് കരഞ്ഞ് കവിൾത്തടത്തിൽ കണ്ണീർ കണങ്ങൾ ഒലിപ്പിച്ചവരാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം സുജൂദിൽ കിടന്നുകൊണ്ട് 40 കൊല്ലം സുജൂദിൽ കിടന്ന് കരഞ്ഞ് കണ്ണീർ മരുഭൂമിയിൽ ഇറ്റിയതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം കണ്ണീരുറ്റിച്ച് സുജൂദിൽ കിടന്ന് കണ്ണീരുറ്റിയ സ്ഥലത്ത് ഭൂമി കിളർത്ത് സസ്യം മുളച്ചിരുന്നു എന്ന. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ മരിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ട് അമ്പിയാക്കന്മാർക്ക് അല്ലാഹു കൊടുത്ത നുബുവത്തൊന്നും പിൻവലിക്കൂല. നുബുവത്ത് അസ്ല ചെയ്യൽ മുഹാലാണ്. എന്തിനാണ് അമ്പിയാക്കന്മാർ? കാരണം ആർക്കാ സമാധാനമുള്ളത്? ബഹുമാനപ്പെട്ട മീകായിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ വന്നിട്ട് മീകായിൽ അലൈഹിസ്സലാമിന് പറഞ്ഞു, നബിയേ, എന്റെ സഹോദരൻ മീകായിൽ അലൈഹിസ്സലാം നരകം പടച്ചതിന് ശേഷം ചിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നരകം പടച്ചതിന് ശേഷം ചിരിച്ചിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാണത്?
നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വയഫ്അലൂന മാ യുഅ്മറൂൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. എന്തിനാ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം? അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിക്കാതെ ജീവിച്ചവരല്ലേ. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിലും പറഞ്ഞ മറുപടി, നബിയേ, ഈ മലക്കുകളായി കൊണ്ടിരിക്കുന്ന ഈ രൂപത്തിൽ ഞങ്ങൾ തെറ്റു ചെയ്യുകയില്ല. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് രണ്ടാളുകളെ, രണ്ട് മലക്കുകളെ അല്ലാഹു തആല കോലം മാറ്റി ഹാറൂത്ത് മാറൂത്ത് ദുനിയാവിലേക്ക് അവരെ ഇറക്കിയിട്ട് അവർ തെറ്റ് ചെയ്തിട്ട് മോശക്കാരായി മരിച്ചു പോയില്ലേ നബിയേ? ഖുർആൻ ആ കഥ പറഞ്ഞിട്ടില്ലേ നബിയേ? ഞങ്ങളെങ്ങാനും അല്ലാഹു തആല ഈ പദവിയിൽ നിന്ന് മാറ്റിയിട്ട് മനുഷ്യരൂപത്തിലേക്ക് കോലം മാറ്റിയിട്ട് ഞങ്ങളെങ്ങാനും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ന് പേടിച്ചിട്ടാണ് കരഞ്ഞിട്ടില്ല, ചിരിച്ചിട്ടില്ല. നരകം സൃഷ്ടിച്ചതിന് ശേഷം ചിരിച്ചിട്ടില്ല എന്ന് മീകായിൽ അലൈഹിസ്സലാമിനെ പറ്റി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. നമ്മളൊക്കെ എന്ത് വേണം? എപ്പോഴേ നമുക്ക് ചിരിക്കാൻ സമയം? പൊട്ടിച്ചിരിക്കുകയാണ്, നമ്മൾക്ക് പരിസരം മറന്ന് ചിരിക്കുകയാണ്, ബോധമില്ലാതെ ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിനൊക്കെ നല്ല പ്രകാശം തരികയും ഈമാൻ വർദ്ധിപ്പിച്ചു തരികയും അത് സ്ഥിരപ്പെടുത്തി തരികയും ചെയ്യുമാറാവട്ടെ. ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കുകളിലൂടെ വാട്സാപ്പുകളിലൂടെ മനുഷ്യന്റെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടിയാണ് സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സ് മുസ്ലിം എന്ന് പറയുന്നതിൽ അഭിമാനമാണ്. ഒരു ക്രിസ്ത്യാനി ഇസ്ലാമിൽ വന്നാൽ ഇയാൾക്ക് എക്സ് ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് അയാൾക്കൊരു സന്തോഷമില്ല, അയാൾക്ക് അഭിമാനമല്ല, അപമാനമാണ്. എക്സ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു. ഒരു ഹിന്ദു ഇസ്ലാമിൽ വന്നാൽ അയാൾ എക്സ് ഹിന്ദു ആയിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്കത് മോശമായിട്ടാണ് തോന്നുന്നത്. ഒരു മുസ്ലിം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിട്ട് ആള് എക്സ് മുസ്ലിം എന്ന് അഭിമാനത്തോടെ പറയാണ്. എന്തിന്? ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി. എന്നിട്ട് ആകും വിധം ഇസ്ലാമിൽ നിന്ന് നമ്മളെ മക്കളെ തെറ്റിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളൊക്കെ തുറന്നാൽ ഈമാൻ തെറ്റിപ്പോകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ന്യായങ്ങളും അനാവശ്യമായ തർക്കവിതർക്കങ്ങളുമാണ് ഈ ഇപ്പോഴത്തെ സംവിധാനം മുഴുവനും. ഈമാൻ പഴച്ചു പോകാൻ സാധ്യത. ഈ സമയത്ത് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്, അല്ലാഹുവേ എൻ്റെ ഹൃദയം ഉറപ്പിച്ചു നിർത്തി തരണം. ഒരു കാറ്റത്തിട്ട ഇല പോലെ ആടിക്കൊണ്ടും ഇളകിക്കൊണ്ടും പാറിക്കൊണ്ടും നിൽക്കുന്ന സാധനമാണ് ഖൽബ്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഇല കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ രണ്ട് വിരലുകൾക്കിടയിലിട്ട് മറിച്ചാൽ ആ ഇല എത്ര പെട്ടെന്ന്, എത്ര നിസ്സാരമായി അത് മറിക്കാൻ പറ്റുമോ അതുപോലെയാണ് മനുഷ്യന്റെ ഖൽബ് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ ഈ നിൽക്കുന്ന പോസ്റ്റിൽ നിന്നത് തെറ്റുക എന്ന് പറയാൻ വയ്യ. അല്ലാഹു റസൂൽ പറയാ. അതുകൊണ്ട് ഈമാൻ ഉറച്ചു നിൽക്കാൻ വേണ്ടി ദുആരക്കണം. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി. ആരെ കൊണ്ട് ദുആരിപ്പിക്കുകയാണെങ്കിലും ഈമാൻ ഉറച്ച് മരിച്ചു കിട്ടാൻ, ഈമാനോടുകൂടി മരിച്ചു കിട്ടാൻ ദുആരക്കണമട്ട എന്ന് തന്നെയായിരിക്കണം നമ്മുടെ വാക്ക്. നമ്മുടെ ദുആയിലൊക്കെയും അത് ഉൾപ്പെടുത്തണമെന്ന്